Good afternoon. Good afternoon. Good afternoon. Okay. Last class നമ്മൾ key dimensions of family school partnership ആയിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലേ? മിസ് സഫിയ എന്ന് പറഞ്ഞ ഒരു കുട്ടി അവള് വന്നിട്ട് സെമിനാർ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, ലാസ്റ്റ് ആണോ അതോ ഇപ്പൊ തന്നെ തുടങ്ങുമെന്ന് ചോദിക്കാൻ പറഞ്ഞു. അവൾക്ക് അവളുടെ മോന് വയ്യാണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിസ്സിനോടൊന്ന് അറിയിക്കാൻ പറഞ്ഞു. സഫിയക്ക് സെമിനാർ കൊടുത്തിട്ടുണ്ടല്ലേ? അതെ. ഏത് ടോപ്പിക്കാണ് കൊടുത്തത് ഓർമ്മയുണ്ട്? ഞാൻ നോക്കട്ടെ. ഓർമ്മയുണ്ട്. സഫിയ ബി ആണെന്ന് തോന്നുന്നു, കണക്ടിങ് ലേണിംഗ് അറ്റ് ഹോം ആൻഡ് അറ്റ് സ്കൂൾ. സഫിയക്ക് അതെ, കണക്ടിങ് ലേണിംഗ് അറ്റ് ഹോം ആൻഡ് സ്കൂൾ. അത് പോവാണെങ്കിൽ പൊക്കോട്ടയുടെ കുഴപ്പമില്ല. നമുക്ക് വേറെ റീഡ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അത് പ്രിപ്പയർഡ് ആണോ? ആള് പ്രിപ്പയർഡ് ആണ്, 3 പേജൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളുടെ കയ്യിൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. 8:30 ആവാനാവുമ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എത്താമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ കേസ് ആണെന്ന് പറഞ്ഞു, മകന് വയ്യാണ്ടാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ടോപ്പിക് എടുക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ടായിരിക്കുള്ളൂ. 8 o'clock ഒക്കെ ആവുമ്പോഴേക്കേ പറ്റുള്ളൂ. ഓക്കെ, നമ്മളിപ്പോ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. കീ ഡയമെൻഷൻസ് ഓഫ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ മെയിൻ ആയിട്ടുള്ള ഡയമെൻഷൻസ് ആണ്. നമുക്ക് എത്ര ഡയമെൻഷൻസ് ഉണ്ടെന്ന് ഒരു 7 എത്ര എണ്ണമാണെന്നുള്ളത്, ആ നമ്പർ ഓഫ് ഡയമെൻഷൻസ് എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഏതാണ്? 7 ഡയമെൻഷൻസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് കമ്മ്യൂണിക്കേറ്റിംഗ്, സെക്കൻഡ് ഈസ് കണക്ടിങ്, ലേണിംഗ് അറ്റ് സ്കൂൾ ആൻഡ് അറ്റ് ഹോം ആൻഡ് സ്കൂൾ, building community and identity, recognizing the role of the family, consultative decision making, collaborating beyond the school, participating. നമ്മളിതിൽ കമ്മ്യൂണിക്കേറ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ? കണക്ടിങ് ലേണിംഗ് അറ്റ് സ്കൂളും ഹോമും അതും ഡിസ്കസ് ചെയ്തു. ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി ഇവിടെ വരെയല്ലേ നമ്മൾ പറഞ്ഞു നിർത്തിയത് ലാസ്റ്റ് ക്ലാസ്സിൽ? യെസ് മിസ്, കമ്മ്യൂണിക്കേറ്റിംഗ് സെമിനാർ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എടാ, അത് സെമിനാർ എന്ന് പറയുന്നില്ലേ, സെമിനാർ ആ ടോപ്പിക് അല്ലല്ലോ. ഞാൻ ലാസ്റ്റ് ടോപ്പിക് അല്ലേ തന്നിരിക്കുന്നത്? പ്രിൻസിപ്പിൾസ് അല്ലേ പറഞ്ഞിരിക്കുന്നത്? പ്രിൻസിപ്പിൾസ് ആൻഡ് ഡയമെൻഷൻസ് അല്ലേ പറഞ്ഞിരിക്കുന്നത്? അല്ലല്ലോ, എല്ലാവർക്കും ഓരോ കീ ഡയമെൻഷൻസ് അല്ലേ കൊടുത്തത്? എനിക്ക് കമ്മ്യൂണിക്കേറ്റിംഗ് ആണ് തന്നെ. അതെ, കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറയുന്നത് പേജ് നമ്പർ 138 കമ്മ്യൂണിക്കേറ്റിംഗ് വരുന്നത്. ദിവ്യ, അതല്ലേ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് ബോക്സിലുള്ളത്? എല്ലാവരും അങ്ങനെയല്ലേ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? ബോക്സിലുള്ളതല്ലേ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്? അതെ മിസ്, ഞാൻ എല്ലാം കൂടെ ചേർത്ത് കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ദ സ്കൂൾ പാർട്ണർഷിപ്പ് ബോക്സിലുള്ളതും ബോക്സിലുള്ളതും കംപ്ലീറ്റ് ആയിട്ട് വായിച്ചിട്ട് നമ്മുടെ ഐഡിയക്ക് ഒരു കുറച്ച് എഴുതി വെച്ച്. ദിവ്യ, മോനെ ഏതാ നോക്കിയത്? ഞാന് മിസ് എ എന്ന് പറഞ്ഞതുകൊണ്ട് എ ആണ് പോയിന്റ്, കമ്മ്യൂണിക്കേറ്റിംഗ് ആണ് നോക്കിയത്. എന്ന് പറഞ്ഞ പോയിന്റ് വീണ്ടും വരുന്നുണ്ട്, ബോക്സിൽ വരുന്നുണ്ട്. ഞാൻ അതാ ഉദ്ദേശിച്ചത്. അത് ഞാൻ വായിച്ചിട്ടുണ്ട്, നോട്ട് പ്രിപ്പയർ ചെയ്തത് എല്ലാം കൂടി വായിച്ചിട്ടാണ്. ഓക്കെ, നമുക്കത് നോക്കാം. സെമിനാർ ഇന്ന് നോക്കാം. നമ്മുടെ ക്ലാസ് പോർഷൻ പോട്ടെ, പോർഷൻ കഴിഞ്ഞിട്ട് സെമിനാർ പറയാം കേട്ടോ. ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ഐഡന്റിറ്റി ആണ് വരെയാണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി റെക്കഗ്നൈസിംഗ് ദ റോൾ ഓഫ് ദ ഫാമിലി. വന്നിട്ട് റെക്കഗ്നൈസിംഗ് ദ റോൾ ഓഫ് ദ ഫാമിലി. നമ്മൾ ഫാമിലിയുടെ റോള് റെക്കഗ്നൈസ് ചെയ്യണം. കാരണം ഒരു കുട്ടീനെ സംബന്ധിച്ച് കുട്ടിയുടെ പ്രൈമറി എഡ്യൂക്കേറ്റേഴ്സ് ആണ് ആര്? ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലിക്ക് മെയിൻ ആയിട്ട് പ്രൈമറി എഡ്യൂക്കേറ്റേഴ്സ് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് നമ്മൾ പറയേണ്ടത്? ഫാമിലിയാണ് കേട്ടോ. പാരന്റ്സ് അതേപോലെ തന്നെ ഇവർ തമ്മിൽ, കുട്ടികളും പാരന്റ്സും ഫാമിലിയും തമ്മിലൊരു ലോങ് ലാസ്റ്റിംഗ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. അവർ കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. കുട്ടിയുടെ ലേണിംഗിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്? നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനും പാരന്റ്സിനുമാണ്. ദിസ് കീ ഡയമെൻഷൻ എംഫസൈസ് ദാറ്റ് ആസ് primary educator of the children's.
ഈ ഒരു കീ ഡയമെൻഷൻ പറയുന്നത് വെച്ചാൽ ഫാമിലി ആണ് കുട്ടികളെ സംബന്ധിച്ച് ഒരു പ്രൈമറി എഡ്യൂക്കേറ്റേഴ്സ്. പാരന്റ്സ് ആൻഡ് ഫാമിലി ഹാവ് എ lasting power on their children's attitude and achievements at school. അപ്പൊ പാരന്റ്സിനും ഫാമിലിക്കും കുട്ടികളുടെ എന്താ പറയാ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആവട്ടെ എന്തൊരു അവരുടെ ആറ്റിറ്റ്യൂഡ്, പെരുമാറ്റം, അച്ചീവ്മെന്റ്സിലൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോള് വഹിക്കാൻ പറ്റുന്നത് ആർക്കാണ്? ഫാമിലി മെമ്പേഴ്സ് ആൻഡ് പാരന്റ്സിനാണ്. They can encourage their children learning in and out of school. എന്ന് വെച്ചാൽ കുട്ടികൾക്ക് അവർക്ക് എൻകറേജ് ചെയ്യാൻ പറ്റും കുട്ടികളെ ലേണിംഗിന്റെ കാര്യത്തിൽ. സ്കൂളിലാവട്ടെ സ്കൂളിൽ നിന്നാവട്ടെ എന്തൊരു കാര്യത്തിലും അവരെ എൻകറേജ് ചെയ്യാനായിട്ട് നമ്മൾ പാരന്റ്സിനാണ് ഏറ്റവും കൂടുതൽ പറ്റുന്നത്. ആൻഡ് ആർ ഓൾസോ ഇൻ ദ പൊസിഷൻ ടു സപ്പോർട്ട് സ്കൂൾ ഗോൾസ്. സ്കൂൾ ഗോൾസുകൾ അച്ചീവ് ചെയ്യാനായിട്ട്, ഡയറക്ഷൻസ്, എത്തോസ് ഇതെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട്, ദിശകള്, ധാർമ്മികത ഇതെല്ലാം അച്ചീവ് ചെയ്യാനായിട്ട് എന്താ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. Parents look to school to provide a secure and caring environment for their children. Parents സ്കൂളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന എന്താണ്? ഒരു സെക്യൂർ ആയിട്ടുള്ള, ഒരു കെയറിംഗ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ആണ് ആര് പ്രതീക്ഷിക്കുന്നത്? പാരന്റ്സ് പ്രതീക്ഷിക്കുന്നത്. The family and the school can reach mutual understanding of each other's role and priorities in partnership. നമ്മൾ ഫാമിലിയും അതേപോലെ തന്നെ സ്കൂളിന്റെ റോളുകൾ രണ്ടുപേരും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗിലേക്ക് എത്തണം. കാരണം ഫാമിലിയും ഇമ്പോർട്ടന്റ് ആണ്, അതേപോലെ തന്നെ സ്കൂളുകളും ഒരു കുട്ടീനെ സംബന്ധിച്ച് ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എന്തെല്ലാം കാര്യങ്ങളാണ് പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇനി പോയിന്റുകൾ നോക്കുന്നത്. എക്സ്പ്ലോർ ദ നേച്ചർ ഓഫ് പാരന്റ്സ് ആൻഡ് ഫാമിലി റോൾ ഇൻ എഡ്യൂക്കേഷൻ ഓഫ് ദ ചിൽഡ്രൻ ടു ഇംപ്രൂവ് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ നമ്മള് പാരന്റ്സും ഫാമിലിയുടെ റോളും എഡ്യൂക്കേഷൻ പ്രോസസ്സിൽ പാരന്റ്സിന്റെയും ഫാമിലിയുടെ റോളും കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യണം. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങോട് കൂടി നമ്മൾ ടീച്ചർമാർ മാത്രമല്ല ആ ഒരു കാര്യങ്ങൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എഡ്യൂക്കേറ്റേഴ്സ് മാത്രമല്ല, നമ്മളും നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷനിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. നമ്മളും അവരുടെ എഡ്യൂക്കേഷൻ കാര്യങ്ങൾ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. ഓഫറിംഗ് സ്ട്രാറ്റജി ഫോർ ഫാമിലി ബാക്കിംഗ്, എൻകറേജ്മെന്റ് ഓഫ് ചിൽഡ്രൻസ് ലേണിംഗ് അറ്റ് സ്കൂൾ. അതേപോലെ തന്നെ ഫാമിലിയുടെ സ്ട്രാറ്റജീസ് ഒക്കെ എന്തൊക്കെയാണ്, അതേപോലെ കുട്ടിയുടെ ലേണിംഗ് സ്കൂളിൽ അവർ പഠിക്കുന്ന കാര്യങ്ങളിലൊക്കെ എൻകറേജ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഓർഗനൈസിംഗ് വർക്ക്ഷോപ്പ്, ഡിസ്കഷൻസ്, മീറ്റിംഗ് ആൻഡ് ഡെമോൺസ്ട്രേഷൻ അറൌണ്ട് ദ ഏരിയ സച്ച് ആസ് ലിറ്ററലി ആൻഡ് ന്യൂമറിക്കലി, ഹോം ആൻഡ് ക്ലാസ് റൂം വർക്ക്, റൈസിംഗ് reliance and confidence in young people, transition and career and so on, depending on the local needs and the priorities. നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വർക്ക്ഷോപ്പുകൾ കണ്ടക്ട് ചെയ്യുക, ഡിസ്കഷൻസ് കണ്ടക്ട് ചെയ്യുക, അവർക്ക് വേണ്ടി മീറ്റിംഗ്സ്, ഡെമോൺസ്ട്രേഷൻസ് കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്ക് കൂടുതലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യാനായിട്ട് പറ്റും. നമ്മളിപ്പോ ന്യൂമറിക്കലി ആവട്ടെ, ചില മാത്തമാറ്റിക്കൽ ആവട്ടെ, അല്ലെങ്കിൽ തിയററ്റിക്കൽ ആവട്ടെ, അതേപോലെ ഹോമും ക്ലാസ് റൂം വർക്കുകൾ നല്ല രീതിയിൽ അവർക്ക് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഈ കുട്ടികളുടെ നല്ല കോൺഫിഡൻസ്, വീട്ടിലും അവർ കാര്യങ്ങളൊക്കെ ചെയ്യാണ് കറക്റ്റ് ആയിട്ട്, വീട്ടിൽ വർക്കുകളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ അവർക്ക് നല്ല കോൺഫിഡൻസ് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അവരുടെ നീഡ്സും പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ അവരെ കെയർ ചെയ്താൽ മതി. എൻഷുർ ഫാമിലി സ്കൂൾ ഗോൾസ്, കരിക്കുലം ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ സ്കൂൾ. Ensuring the family understand the school goals. അപ്പൊ ഫാമിലിക്ക് അവരുടെ സ്കൂൾ ഗോൾ എന്താണ് എന്ന് മനസ്സിലാക്കാനും, കരിക്കുലർ അതേപോലെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, സ്കൂളിന്റെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ്. എൻഷുറിംഗ് സ്കൂൾ ഫാമിലി പാരന്റ് ആൻഡ് കമ്മ്യൂണിറ്റി പ്രയോറിറ്റൈസ്. അവിടെ ഒരു ഫാമിലി സ്കൂൾ കമ്മ്യൂണിറ്റി റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. എൻഷുറിംഗ് സ്കൂൾ ആർ സെൻസിറ്റീവ് ടു ദർ പാരന്റ്സ് സെൻസിറ്റിവിറ്റീസ്. ചില പാരന്റ്സിന്റെ കുറച്ചും കൂടി നല്ല സെൻസിറ്റീവ് ആയിട്ട് തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. അവർ നല്ല കെയറോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രീറ്റ് ചെയ്യാണ് പാരന്റ്സിനെ. അങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. എൻഷുറിംഗ് സ്കൂൾ ആർ റിയലിസ്റ്റിക്, പേഷ്യന്റ് ആൻഡ് ബ്രേവ്. സ്കൂളുകൾ റിയലിസ്റ്റിക് ആയിരിക്കണം, സ്കൂളുകളുടെ ഭാഗത്ത് നിന്ന് നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ അവരെ ഏർപ്പെടുത്തണം. പേഷ്യന്റ് ആയിരിക്കണം, നല്ല ക്ഷമയുള്ളവരായിരിക്കണം, ബ്രീവ് ആയിരിക്കണം, നല്ല ധൈര്യത്തോടു കൂടി ഓരോ സിറ്റുവേഷൻ അവർ ഹാൻഡിൽ ചെയ്യേണ്ടിട്ട് വരും. എസ്റ്റാബ്ലിഷ് എൻ എൻവയോൺമെന്റ് വേർ സ്കൂൾ ഷോ ലീഡർഷിപ്പ് വിച്ച് ഈസ് വിസിബിൾ ആൻഡ് അവൈലബിൾ. സ്കൂള് എപ്പോഴും ഒരു എൻവയോൺമെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്യണം. കാരണം സ്കൂളിന് പാരന്റ്സിനോട് നല്ല രീതിയിൽ
കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ അല്ലെങ്കിൽ ഒരു ലീഡർഷിപ്പ് അവിടെ എന്തായിരിക്കണം, വിസിബിൾ ആയിരിക്കണം, അവൈലബിൾ ആയിരിക്കണം, അവിടെ ഉണ്ടാവണം. ഫാമിലിക്കും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേസ് അവിടെ സ്കൂളിൽ വേണം. ഹെൽപ്പിംഗ് എ സ്കൂൾ ബിക്കം എ പ്ലേസ് that parents can call their own, including creating real role for the parents who comes into school. സ്കൂളിലേക്ക് പാരന്റ്സ് വരുമ്പോൾ അവർക്ക് ഒരു പ്ലേസ് നമ്മളവിടെ പ്രൊവൈഡ് ചെയ്യണം. അവർക്ക് വേണ്ട ക്രിയേറ്റീവ് ആയിട്ടുള്ള 1 minute കേട്ടോ. അപ്പോ എന്താണ് ഞാൻ പറഞ്ഞത്, നമുക്ക് പാരന്റ്സിന് സ്കൂളിലേക്ക് വരുമ്പോൾ ഒരു പ്ലേസ് അവിടെ അവർക്ക് വേണ്ട ഒരു പ്ലേസ് അവിടെ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യണം. അതേപോലെ അവരുടെ റിയൽ റോൾ എന്താണ്, പാരന്റ്സിന്റെ റിയൽ റോൾ എന്താണ്, സ്കൂളിലേക്ക് വരുമ്പോൾ അവരുടെ റിയൽ റോൾ എന്താണെന്നുള്ള കാര്യങ്ങൾ അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കണം. നല്ലൊരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം. പാരന്റ്സും സ്കൂളും തമ്മിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് എന്ത് ചെയ്യണം, ബിൽഡ് ചെയ്യണം. ഡെവലപ്പിംഗ് സ്കിൽസ് സച്ച് ആസ്, നമ്മൾ ഇതേപോലെ നല്ലൊരു പാർട്ണർഷിപ്പ് എൻഗേജ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ പാർട്ണർഷിപ്പിൽ ഏർപ്പെടുകയാണെങ്കിൽ നല്ലൊരു ഡെവലപ്പിംഗ് സ്കില്ല് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. എന്തൊക്കെ ഡെവലപ്പിംഗ് സ്കില്ലാണ്? കമ്മ്യൂണിക്കേഷൻ, ഒരു കാര്യം ഒരാളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുക. അതേപോലെ കൊളാബറേഷൻ, ഒരുമിച്ച് പ്രവർത്തിക്കാനായിട്ട് പറ്റും. എന്നുവെച്ചാൽ സഹകരണം, സംഘടന, പിന്നെ മാനേജ്മെന്റ്. കോൺഫ്ലിക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാനായിട്ട് പറ്റും. കോൺഫ്ലിക്ട് മാനേജ്മെന്റ്, എന്തെങ്കിലും തർക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും. ഇതേപോലത്തെ നമുക്ക് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും ഒരു ഫാമിലി സ്കൂൾ പാർട്ട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ. ഇനി കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ്. നമ്മള് കുട്ടികളെ കുറിച്ച് ഒരു തീരുമാനം എടുക്കുമ്പോൾ, കുട്ടിയുടെ എഡ്യൂക്കേഷൻ പ്രോസസ് ആവട്ടെ എന്തോ ആവട്ടെ, കുട്ടികളെ കുറിച്ച് തീരുമാനം എടുക്കുമ്പോൾ നമ്മൾ പാരന്റ്സിന്റെ ഭാഗത്തു നിന്ന് ഒരു അഭിപ്രായം കൂടി നമ്മൾ എന്ത് ചെയ്യണം, കൺസൾട്ട് ചെയ്തിട്ട് വേണം, ഒരുമിച്ച് വേണം എന്തെടുക്കാൻ, ഡിസിഷൻസ് എടുക്കാൻ. ഒരു കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. ദിസ് കീ ഡയമെൻഷൻ എംഫസൈസ് ദാറ്റ് പാരന്റ്സ് ആർ എൻടൈറ്റിൽഡ് ടു കൺസൾട്ടേറ്റ് and participated in decision concerning their own children. നമ്മുടെ കുട്ടീനെ കുറിച്ചിട്ട് ഉള്ള ഡിസിഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം, പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നല്ല രീതിയിൽ ആ ഒരു തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അതിന്റെ നമ്മളുടേതായ അഭിപ്രായങ്ങൾ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ പാർട്ടായിരിക്കണം. അപ്പൊ നമ്മളൊക്കെ അറിയാം, നമ്മുടെ കുട്ടികൾക്ക് മോശമായിട്ട് വരുന്ന കാര്യങ്ങളൊന്നും നമ്മൾ എന്ത് ചെയ്യില്ല, സപ്പോർട്ട് ചെയ്യില്ല. പാരന്റ്സ് ക്യാൻ പ്ലേ മീനിങ്ഫുൾ റോൾ ഇൻ സ്കൂൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. അപ്പൊ പാരന്റ്സിന് സ്കൂൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ ഒരു ഇമ്പോർട്ടന്റ് ആൻഡ് മീനിങ്ഫുൾ റോള് പ്ലേ ചെയ്യാനായിട്ട് പറ്റും. ട്രെയിനിങ് ആൻഡ് ഇൻഫർമേഷൻ ടു മേക്ക് മോസ്റ്റ് ഓഫ് ദോസ് ഓപ്പർച്യൂണിറ്റി ക്യാൻ ബി പ്രൊവൈഡ് ആസ് എ പാർട്ട് ഓഫ് പാർട്ണർഷിപ്പ് ആക്ടിവിറ്റി. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ്, അതേപോലെ ഇൻഫർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ എന്തിനു വേണ്ടിയിട്ട്, ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻഫർമേഷൻസ്. അപ്പൊ അവർക്ക് ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിന്റെ പാർട്ട് ആവാനായിട്ട് പറ്റും. An inclusive approach to school decision making, parental involvement create a sense of shared responsibility among parents, community members, ടീച്ചേഴ്സ് ആൻഡ് സ്കൂൾ ലീഡേഴ്സ്. അപ്പൊ നമ്മളൊരു കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ് എടുക്കുന്നത്. എല്ലാവരുടെ അഭിപ്രായം കൂടി കൺസിഡർ ചെയ്തിട്ടാണ് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ നമുക്ക് എന്താണ്, ഒരു പാരന്റ്സ്, കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, ടീച്ചേഴ്സിന്റെയും സ്കൂൾ ലീഡേഴ്സിന്റെ ഇടയിൽ നമുക്കൊരു റെസ്പോൺസിബിലിറ്റി എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാനായിട്ട് പറ്റും. ഇൻ ടേൺ ഷെയർഡ് റെസ്പോൺസിബിലിറ്റി, എന്തെല്ലാം റെസ്പോൺസിബിലിറ്റി ഷെയർ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. എൻഷുർ ദാറ്റ് പാരന്റ്സ് വാല്യൂ ആൻഡ് ഇൻട്രസ്റ്റ് ആർ ഹിയർഡ് ആൻഡ് റെസ്പെക്റ്റഡ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഉറപ്പുവരുത്തുന്നത്? പാരന്റ്സിന്റെ വാല്യൂസ്, അവരുടെ ഇൻട്രസ്റ്റ് നമ്മളത് കേട്ടിട്ടുണ്ട്, അത് നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. മേക്ക് ദ സ്കൂൾ മോർ അക്കൗണ്ടബിൾ ടു ഇറ്റ്സ് കമ്മ്യൂണിറ്റി. നമ്മള് കൂടുതലായിട്ട് നമ്മുടെ സൊസൈറ്റിനോട് നല്ല അക്കൗണ്ടബിൾ ആണ്, ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാപനമാണ് നമ്മുടെ സ്കൂൾ എന്ന് പറയുന്നത്. നല്ല വാല്യുബിൾ ആയിട്ടുള്ള കുട്ടികളെ ഡെവലപ്പ് ചെയ്ത് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാം. Ensure that the values and opinion of the families are sought outside the formal school structure. അപ്പൊ നമ്മള് വാല്യൂസും ഒപ്പീനിയൻസ്, ഫാമിലിയുടെ ഒപ്പീനിയൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫോർമൽ സ്കൂൾ സ്ട്രക്ചറിൽ നിന്ന് നമ്മൾ അവരെ കൺസിഡർ ചെയ്യുന്നുണ്ട്. അവരുടെ അഭിപ്രായം കൂടി കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ ഓരോ ഡിസിഷൻസും എടുക്കുന്നത്. Ensure that contact with the indigenous parents from within the community is sought to ensure their engagement in school decision making.
നമുക്ക് ഓരോ പാരന്റ്സിന്റെയും അഭിപ്രായങ്ങൾ സോർട്ട് ചെയ്തെടുക്കാനും അവരെ സ്കൂൾ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന്റെ പാർട്ടാക്കാനും പറ്റും. അപ്പോ നമ്മൾ 2 പോയിന്റ്സ് ആണ് ഇന്ന് പറഞ്ഞത്. ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് റെക്കഗ്നൈസിങ് ദ റോൾ ഓഫ് ദ ഫാമിലി. ഫാമിലിയുടെ മെയിൻ ആയിട്ടുള്ള റോൾ എന്താണ്? പ്രൈമറി എഡ്യൂക്കേറ്റേഴ്സ് ഓഫ് ദ ചിൽഡ്രൻ. കുട്ടിയുടെ പ്രൈമറി എഡ്യൂക്കേറ്റേഴ്സ് ആണ് ആര്? ഫാമിലി എന്ന് പറയുന്നത്. ബാക്കി നിങ്ങൾ അതൊന്ന് റീഡ് ചെയ്താൽ മതി. ദെൻ കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ്. എപ്പോഴും നമ്മൾ ഒരു കുട്ടികളെ കുറിച്ചിട്ടുള്ള ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും പാരന്റ്സിന്റെ ഇൻവോൾവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാരന്റ്സിന്റെ പോലെ തന്നെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സ്, ടീച്ചേഴ്സ്, സ്കൂൾ ലീഡേഴ്സിന്റെ ഒക്കെ ഇൻവോൾവ്മെന്റോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഡിസിഷൻ മേക്കിംഗ് എടുക്കണം. ഓക്കെ, ആ 2 പോയിന്റ് ഒന്ന് റീഡ് ചെയ്തേ. റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് 2 പോയിന്റ് റീഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയണം കേട്ടോ. റീഡ് ചെയ്താടാ? ഞാൻ സ്ക്രോൾ ചെയ്ത് നോക്കിയാണോ? ടെസ്റ്റ് ഇല്ലാത്തവര് നോക്കി റീഡ് ചെയ്യട്ടോ. കംപ്ലീറ്റ് റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടാലും സ്ക്രോൾ ചെയ്യാൻ പറഞ്ഞാൽ മതി കേട്ടോ.
റീഡ് ചെയ്ത എല്ലാവരും? ഓക്കെ. നെക്സ്റ്റ് കീ ഡയമെൻഷൻ ആണ് നമ്മൾ നോക്കുന്നത്, കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദ സ്കൂൾ. നമ്മൾ ചില സിറ്റുവേഷനിൽ നമ്മൾ സ്കൂളിന്റെ പുറത്ത് നമ്മൾ സ്കൂളിന്റെ പാർട്ടായിട്ട് തന്നെ നമ്മൾ കൊളാബറേറ്റ് ചെയ്യാറുണ്ട്. സ്കൂളിൽ പുറത്ത് വ്യക്തികളൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിട്ട് നമ്മൾ കൊളാബറേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യും. മേ ബി അത് ബിസിനസ് ഫേംസ് ആവാം, അല്ലെങ്കിൽ ആഫ്റ്റർ സ്കൂൾ കെയർ പ്രൊവൈഡേഴ്സ് ആവാം, ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആവാം, ഫൗണ്ടേഷൻസോ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഏജൻസി ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കൊളാബറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പ്രവർത്തിക്കും. ഇപ്പൊ നമ്മള് ബിസിനസ് ഒക്കെ ആയിട്ടാണെങ്കിൽ എന്താ പറയാ, കമ്മ്യൂണിറ്റി ബേസ്ഡ് ഏജൻസീസ് ഒക്കെ ആയിട്ട് പ്രവർത്തിക്കുമ്പോൾ ഓൾഡ് ഏജ് ഹോം ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്കൂളും ഓൾഡ് ഏജ് ഹോമും കൂടി ചെറിയ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും, അല്ലെങ്കിൽ ഓൾഡ് ഏജ് ഹോമിൽ വിസിറ്റ് ചെയ്യുന്നു. അതൊരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ഏജൻസി അല്ലേ. അതേപോലെ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യാം. ക്യാമ്പുകൾ നമ്മൾ എന്താ പറയാ, ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യുന്നു. അങ്ങനെ ക്യാമ്പുകൾ കണ്ടക്ട് ചെയ്യും. ഇതെല്ലാം എന്താണ്, കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദ സ്കൂൾ ആണ്. എന്നുവെച്ചാൽ സ്കൂളിന്റെ പുറത്തേക്ക് നമ്മൾ നമ്മളുടെ സർവീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യും. ദ കീ ഡയമെൻഷൻ എംഫസൈസ് ഐഡന്റിഫൈങ് ആൻഡ് ലൊക്കേറ്റിംഗ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് കമ്മ്യൂണിറ്റി റിസോഴ്സ്. നമ്മൾ കമ്മ്യൂണിറ്റി റിസോഴ്സ് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, അത് ലൊക്കേറ്റ് ചെയ്യുക, അത് ഇന്റഗ്രേറ്റ് ചെയ്ത് നല്ലൊരു റിലേഷൻഷിപ്പിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ദ വൈഡർ കമ്മ്യൂണിറ്റി പ്രൊവൈഡ് സർവീസ് വിച്ച് ക്യാൻ സ്ട്രെങ്തൻ ആൻഡ് സപ്പോർട്ട് ദി സ്കൂൾ. നമുക്ക് സ്റ്റുഡൻസ് ആൻഡ് ദർ ഫാമിലി, ചില കമ്മ്യൂണിറ്റി സർവീസുകൾ നമ്മുടെ സ്കൂളിനെ കുറച്ചും കൂടി സപ്പോർട്ട് ചെയ്യും, സ്ട്രെങ്തൻ ചെയ്യും. സ്റ്റുഡൻസിനെയും അവരുടെ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മൾ ഓൾഡ് ഏജ് ഹോമുകൾ വിസിറ്റ് ചെയ്യുന്നു, പാലിയേറ്റീവ് കെയർ യൂണിറ്റുകൾ വിസിറ്റ് ചെയ്യുന്നു. അപ്പൊ കുട്ടികളുടെ മനസ്സിലൊരു നല്ലൊരു എന്താ പറയാ, ഓൾഡ് ഏജ് ഹോം വിസിറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കൂടുതലായിട്ട് സർവീസ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതേപോലെ ഓൾഡ് പീപ്പിൾസിന് എപ്പോഴും നമ്മുടെ ഏറ്റവും കെയർ വേണ്ട ടൈമാണ് ആ ടൈം. അപ്പൊ എന്തായാലും ആ സമയത്ത് നമ്മുടെ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സിനെയൊക്കെ നമ്മൾ വാല്യൂ ചെയ്യണം, അവരെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ചെറിയ കുട്ടികൾ മുതൽ മനസ്സിലാക്കാണ്. സ്കൂൾസ് ആർ ഇൻക്രീസ്ലി കൊളാബറേറ്റിംഗ് വിത്ത് പാർട്ട്നേഴ്സ് സച്ച് ആസ്, നമ്മൾ ലോക്കൽ ബിസിനസ് ഫേംസ് ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ചെറിയ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, എസ്റ്റാബ്ലിഷ് ചെയ്യും. ആഫ്റ്റർ സ്കൂൾ കെയർ പ്രൊവൈഡേഴ്സ് ഒക്കെ ആയിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. ഇപ്പോ കരാട്ടയുടെ ക്ലാസ് അല്ലെങ്കിൽ ബാഡ്മിന്റൺ അങ്ങനെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ. അത് സ്കൂളിന്റെ ഭാഗമായിട്ട് തന്നെ ട്രെയിനിങ് അവരുടെ എവിടെയായിരിക്കും, അവരുടെ സ്ഥലത്തായിരിക്കും അത് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. ഹയർ എഡ്യൂക്കേഷൻ ഏജൻസീസ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോ നമ്മൾ നോർമലി സ്കൂൾ ഇപ്പൊ +2 കഴിയുന്ന കുട്ടികൾക്ക് CA കോച്ചിങ് കൊടുക്കുന്നു. അത് ആ ഒരു സ്ഥാപനമായിട്ട് നമ്മുടെ സ്കൂളിൽ വന്ന കൊളാബറേഷൻ കാരണം താല്പര്യമുള്ള കുട്ടികളെ എന്ത് ചെയ്യുന്നു, ആ ഒരു കോച്ചിങ്ങിലേക്ക് വിടുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പൊ സ്കൂളിലെ കുട്ടികളൊക്കെ എന്താണ്, മറ്റു ട്രെയിനിങ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നു. ഹയർ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ട്രെയിനിങ്ങുകൾ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നു. ഇനി ഡ്രോയിങ്ങിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്ക് ഡ്രോയിങ് ക്ലാസ്സുകൾ ഹെൽപ്പ് ചെയ്യുന്നു. ചിലപ്പോൾ സ്കൂളിൽ തന്നെ ആയിരിക്കും ഹെൽപ്പ് ചെയ്യുന്നത്, മേ ബി അല്ലെങ്കിൽ പുറത്തൊരു സ്ഥലത്തായിരിക്കും നമ്മൾ ഇങ്ങനെ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫൗണ്ടേഷൻസ് ഒക്കെ ആയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു. അതർ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഏജൻസീസ്, ഈ പാലിയേറ്റീവ് കെയർ യൂണിറ്റ്സിൽ പോകുന്നു, വിസിറ്റ് ചെയ്യുന്നു, കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അതേപോലെ എന്താ പറയാ, ഗ്രീൻ ഡേയുടെ ഭാഗമായിട്ട് നമ്മള് എന്താണ് എന്താ പറയാ, നമ്മള് നാച്ചുറൽ ക്ലബുകൾ ഉണ്ടെങ്കിൽ അടുത്ത് ആ ക്ലബുകളൊക്കെ ആയിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അവരായിട്ട് നല്ല രീതിയിൽ കൊളാബറേറ്റ് ചെയ്ത് പ്ലാന്റുകൾ നടുന്നു. അതേപോലെ അതിന്റെ പരിപാലനം, അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ സ്കൂൾ അതിന്റെ ഒരു കൊളാബറേഷൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദ സ്കൂൾ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ആണ് പാർട്ടിസിപ്പേറ്റിംഗ് ആട്ടോ. This key dimension emphasizes that family time, energy, knowledge can support learning school programs in many ways. നമ്മുടെ കുട്ടികളുടെ ഫാമിലീസിന്റെ ടൈം, അവരുടെ എനർജി, അവരുടെ നോളജ് എല്ലാം ലേണിംഗിന്റെ ഒരു സപ്പോർട്ടാണ്. ദേ മേ ഇൻവോൾവ് ഫാമിലി മെമ്പേഴ്സ്. ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. വർക്കിംഗ് വിത്ത് ദ സ്റ്റുഡൻസ് ഓൺ ലേണിംഗ് ദ ആക്ടിവിറ്റീസ് ഇൻ ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും.
കോപ്പറേറ്റ് ഇൻ ദർ സ്കൂൾ ആക്ടിവിറ്റി ഔട്ട്സൈഡ് ദ ക്ലാസ് റൂം. ക്ലാസ് റൂമിന് പുറത്ത് അവരുടെ സ്കൂൾ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ കോപ്പറേറ്റ് ചെയ്യാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും ആക്ടിവിറ്റീസോ മറ്റെന്തെങ്കിലും മെറ്റീരിയൽസ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാനായിട്ട് കുട്ടീനോട് പറഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സിനും കൂടെ സപ്പോർട്ട് ചെയ്യാനൊക്കെ പറ്റും. പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ആക്ടിവിറ്റീസ് ഔട്ട്സൈഡ് ദ സ്കൂൾ സെൽഫ്. അപ്പോൾ സ്കൂളിന് പുറത്തേക്ക് പോകുമ്പോൾ കുട്ടികളെയും കൊണ്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രോഗ്രാംസോ മറ്റെന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവരെ കൊണ്ടുപോകാനൊക്കെ പറ്റും. സപ്പോർട്ടിങ് ആൻഡ് അഡ്മിയറിംഗ് ദ ടീച്ചേഴ്സ്. നമ്മൾ ടീച്ചേഴ്സിനെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും, അവരെ എന്ത് ചെയ്യും, അപ്രിഷിയേറ്റ് ഒക്കെ ചെയ്യും നമ്മൾ ഫാമിലി മെമ്പേഴ്സ്. ഫാമിലി പാർട്ടിസിപ്പേറ്റ്സ് ഇൻ സ്കൂൾ ഇൻ എ വൈഡ് വെറൈറ്റി ഓഫ് വേസ്. ഡിഫറെന്റ് വേസിൽ ഫാമിലീസ് എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾ അഡീഷൻ ആർ വാല്യുബിൾ. എല്ലാ രീതിയിലുള്ള എന്താണ് ഒരു പാർട്ടിസിപ്പേഷൻ വാല്യുബിൾ ആണ്. പാർട്ടിസിപ്പേഷൻ മേ ഇൻവോൾവ് family having the opportunity to do something that interests them and include the activity that are not directly education related. Maybe family participation involve ചെയ്യുന്നത് മേ ബി ഓപ്പർച്യൂണിറ്റി, അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിലായിരിക്കും. മേ ബി അല്ലെങ്കിൽ നോട്ട് ഡയറക്ട്ലി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആവണമെന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഓൾഡ് ഏജ് ഹോമുകൾ വിസിറ്റ് ചെയ്യുന്നു, പിന്നെ പ്ലാൻസ് ഒക്കെ നടുന്നു, ഇതൊന്നും എഡ്യൂക്കേഷൻ ആയിട്ട് നേരിട്ട് റിലേറ്റഡ് അല്ല. അപ്പൊ അത് അവരുടെ ആ ഓരോ കാര്യങ്ങളിലും ഫാമിലി മെമ്പേഴ്സിനെയും കൂടി പാർട്ടിസിപ്പേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻവോൾവ് ചെയ്യുന്നു. സജസ്റ്റഡ് സ്ട്രാറ്റജീസ് ഫോർ സ്കൂൾ കമ്മ്യൂണിറ്റീസ് ഈസ് ഡെവലപ്പിംഗ് പാർട്ട്ണർഷിപ്പ് ഔട്ട്ലൈൻഡ് ബിലോ ആർ സജസ്റ്റഡ് അപ്രോച്ച് ടു ഡെവലപ്പ് പാർട്ട്ണർഷിപ്പ് ബേസ്ഡ് ഓൺ ഈച്ച് ഓഫ് ദ കീ ഡയമെൻഷൻ. നമ്മളിപ്പോ സ്ട്രാറ്റജീസ് കീ ഡയമെൻഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതെല്ലാ ഡയമെൻഷൻസും നമ്മുടെ എന്താണ് പാരന്റ്സിന്റെയും സ്കൂളുകളുടെയും പാർട്ണർഷിപ്പ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദേ ആർ ഡിസൈൻ ടു സപ്പോർട്ട് സ്കൂൾ കമ്മ്യൂണിറ്റി ഇൻ ഡെവലപ്പിംഗ്. അപ്പൊ സ്കൂൾ കമ്മ്യൂണിറ്റീസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ടു അസിസ്റ്റ് ദം ടു റിഫ്ലക്ട് ഓൺ ദെയർ എക്സ്റ്റെൻഡ് പ്രാക്ടീസ് ആൻഡ് പ്ലാൻ ഫോർ ഇംപ്രൂവ്മെന്റ്. അപ്പൊ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് നല്ല രീതിയിലാണെങ്കിൽ അവർക്ക് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അവരുടെ ഭാഗത്ത് ഫാമിലിയുടെ ഭാഗത്തുനിന്നായാലും സ്കൂളിന്റെ ഭാഗത്തുനിന്നായാലും എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് വേണമെങ്കിൽ അത് അവർക്ക് അഡോപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ദിസ് സ്ട്രാറ്റജി പ്രൊവൈഡ് പ്രാക്ടിക്കൽ ഗൈഡൻസ് ഫോർ ദ സ്കൂൾ അബൌട്ട് ഹൗ ടു സെറ്റ് അപ്പ് പാർട്ണർഷിപ്പ്. ഈ ഒരു സ്ട്രാറ്റജീസ് നമ്മൾ ഈ പറഞ്ഞ കീ ഡയമെൻഷൻസ് ഒരു സ്കൂൾ പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം, അതിന് വേണ്ട ഗൈഡൻസ് ആണ്. ഹൗ ടു ഹെൽപ്പ് ദ ഫാമിലി ടു ഇന്റിമേറ്റ് ദ പാർട്ണർഷിപ്പ് ആൻഡ് ഹൗ ടു ഹാവ് ഫാമിലി പെർസ്പെക്റ്റീവ്സ് ഓൺ ഇഷ്യൂ റെപ്രസെന്റ് ദ പാർട്ണർഷിപ്പ് ഓവറോൾ. ഫാമിലീസിന് നല്ല രീതിയിൽ എങ്ങനെ സ്കൂളായിട്ട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, അതേപോലെ ഫാമിലിയുടെ പെർസ്പെക്റ്റീവ്സ് എന്താണ്, വ്യൂ പോയിന്റ് എന്താണ്, അവർ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഒരു ഓവറോൾ പിക്ചർ നമുക്ക് ഒരു ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. The different strategies are designed to frame on each others with none of them being cruel all by itself. അപ്പൊ നല്ല രീതിയിൽ ഈ ഡിഫറെന്റ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ട്. അപ്പൊ അത് ഓരോന്നും എന്ത് ചെയ്തിരിക്കുന്ന ഫ്രെയിം ചെയ്തിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണോ മികച്ച രീതിയിൽ എങ്ങനെ പാർട്ണർഷിപ്പ് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ളൊരു എയിമോട് കൂടിയാണ്. ദേ ആർ നോട്ട് ഇന്റൻഡഡ് ടു ബി കോംപ്രിഹെൻസീവ് ബട്ട് എക്സാമ്പിൾ ഫോർ ഗുഡ് പ്രാക്ടീസ് ടു ഹെൽപ്പ് സ്കൂൾ കമ്മ്യൂണിറ്റി ബിൽഡ് പാർട്ണർഷിപ്പ്. നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഗുഡ് സ്കൂൾ കമ്മ്യൂണിറ്റി പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും. സ്ട്രാറ്റജീസ് ക്യാൻ ബി ആഡഡ് ഓർ മോഡിഫൈഡ് ഫോർ ഈച്ച് കീ ഡയമെൻഷൻസ്. നമുക്ക് ഈ സ്ട്രാറ്റജീസ് മേ ബി മോഡിഫൈ ചെയ്യാനായിട്ട് പറ്റും, ഇതിനോടൊപ്പം ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ കീ ഡയമെൻഷനോടൊപ്പം തന്നെ നമുക്ക് മറ്റ് സ്ട്രാറ്റജീസും ആഡ് ചെയ്യാനായിട്ട് പറ്റും. വിൽ ഓൾസോ ഓവർലാപ്പ് അക്രോസ് ദ കീ ഡയമെൻഷൻ. കീ ഡയമെൻഷനോടൊപ്പം തന്നെ നമുക്ക് ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോളോ ചെയ്യാനായിട്ട് പറ്റും. ഇനി സ്കിൽ ബിൽഡിംഗ് ഫോർ ഫാമിലി, സ്കൂൾ ലീഡേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ഈസ് ഡിസിസീവ് സ്ട്രാറ്റജി ഫോർ ഈച്ച് കീ ഡയമെൻഷൻസ്. അപ്പൊ ഈ ഓരോ കീ ഡയമെൻഷന്റെ മെയിൻ ആയിട്ടുള്ള സ്ട്രാറ്റജി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കിൽ ബിൽഡിംഗ് ആണ്. ഫാമിലിക്ക് അതേപോലെ സ്കൂൾ ലീഡേഴ്സിന് ടീച്ചേഴ്സിനൊക്കെ അവരുടെ സ്കില്ല് കൂടുതൽ ഇംപ്രൂവ് ചെയ്യാനും ബിൽഡ് ചെയ്യാനൊക്കെയാണ് ഇംപ്രൂവ് ചെയ്യാനൊക്കെ പറ്റും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിൻസിപ്പിൾസ്, കീ ഡയമെൻഷൻസ്, സജസ്റ്റഡ് സ്ട്രാറ്റജീസ്. അപ്പൊ ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് എന്താണ്? 4, 5, 6, 7, 8, 10 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ.
എന്താണ് ഈ പ്രിൻസിപ്പിൾസ് എന്ന് നിങ്ങൾ ചോദിച്ചില്ലല്ലോ ആരും? ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നോ അത് എന്താണ് ഈ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? 4, 5, 6, 7, 8 എന്ന് പറയുന്നത് ഇല്ല മിസ്. നമ്മൾ എവിടെയെങ്കിലും പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും പ്രിൻസിപ്പിൾസ്? ഹെൻറി വഫയോൾസ് 14 പ്രിൻസിപ്പിൾസ് ആണ്. ഫയോളിന്റെ 14 പ്രിൻസിപ്പിൾസ് അല്ലടാ. പെട്ടെന്ന് അതാണല്ലോ ഓർമ്മ വന്നത്. കുഴപ്പമില്ല. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റില് പേജ് നമ്പർ 127 അതിൽ നമ്മൾ കുറച്ച് പ്രിൻസിപ്പിൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. 127 കുറച്ച് പ്രിൻസിപ്പിൾസ്, ബെനിഫിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട്, വിഷൻ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രിൻസിപ്പിൾസ് വിച്ച് അണ്ടർപിൻ എഫക്റ്റീവ് ഫാമിലി സ്കൂൾ പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞൊരു 11 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ അവിടെ പറയുന്നത് കേട്ടോ. ഞാൻ വിചാരിച്ചു നിങ്ങള് മിക്കവാറും സംശയം ചോദിക്കും എന്നൊക്കെ വിചാരിച്ചു. പ്രിൻസിപ്പിൾസ് ആണ് അവിടെ വരുന്നത്. 4, 5, 6, 7, 8 ഇത് ഫോളോ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ ഒരു കമ്മ്യൂണിറ്റി ഡയമെൻഷൻ ആയ കമ്മ്യൂണിക്കേഷൻ ഈ പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യുന്നു. ഓൾറെഡി നമ്മൾ എന്തൊക്കെയാണ് പ്രിൻസിപ്പിൾസ് നോക്കിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല. ഈ സജസ്റ്റഡ് സ്ട്രാറ്റജീസ് അത് അവര് സജസ്റ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസ് ആണ്. ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് എന്തെല്ലാം രീതിയിൽ 2-വേ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം, എന്തെല്ലാം രീതിയിൽ നമുക്കത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പിന്നെ പറയുന്ന പോയിന്റുകൾ. സജസ്റ്റഡ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? അപ്പോ സെമിനാർ എടുക്കാനായിട്ട് ഓക്കെ ആണോ ദിവ്യ? മോനെ എങ്ങനെയാണോ പ്രിപ്പയർ അതേപോലെ തന്നെ പ്രസന്റ് ചെയ്തോ? ഞാൻ ഹോസ്പിറ്റലിലാണ്. ഇവിടെ തന്നെ പറയാൻ പറ്റുമോ? വീഡിയോ ഓൺ ആക്കണമെന്നില്ലല്ലോ? ഇല്ലില്ല, വീഡിയോ ഒന്നും ഓൺ ആക്കണമെന്നില്ല. മോനെ ഓക്കെ ആണെങ്കിൽ പറയാം. കുഴപ്പമില്ല. ഞാൻ മോനെയും കൊണ്ട് വന്നതാണ്. എനിക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടലാണെന്ന് പറഞ്ഞിട്ടേ. ഞാൻ ഹോസ്റ്റലിലാണ് പഠിക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് അവര് വിളിച്ചു പറഞ്ഞു അങ്ങനെ വയ്യ, പനിയും ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പൊ കാണിക്കാൻ വേണ്ടി വന്നതാണ്. പക്ഷെ ഇപ്പൊ പോവില്ല, ബ്ലഡ് ടെസ്റ്റ് ഒക്കെ തന്നിട്ടുണ്ടേ. ഞാൻ ഇവിടെ പറയാം. കുഴപ്പമില്ല, ഞാൻ പറയാം, കുഴപ്പമില്ല. പറഞ്ഞോട്ടെ ദിവ്യ. ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങോട്ട് പോവാലോ, ബ്ലഡ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടേ. ഓക്കെ. സഫിയ മോൻ ആദ്യത്തെ പോയിന്റ്, സെക്കൻഡ് പോയിന്റ് അല്ലേ മോൻ? സെക്കൻഡ് പോയിന്റ് ആണ്. ഹോം ആൻഡ് അറ്റ് സ്കൂൾ അത് പറഞ്ഞോട്ടോ. Okay, good evening everyone. My name is Safia from Palakkad. I am PG student, Smart City Education. Today I am going to present a seminar. My topic is connecting learning at home and at school. I hope this presentation will help us understand the importance of family and school collaboration in a child education. Okay, കുറച്ച് സ്പീഡ് ആയിരിക്കും, എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. The success of a child education depends not only on what happens in classroom, but also on the active involvement of families. This seminar focuses on how families and school can work together to enhance children learning by building strong partnership, sharing responsibility and supporting both at school and home. Okay, some contents. Role of families and school in learning. Families and school work together by identifying and using learning opportunities in the home environment. Families and school work together by identifying and using learning opportunities in the home environment. Next one, the parents play an active role in educational decision, which supports children individual growth also. School act as a platform for both student learning and parental development. Okay. Next one, the part highlights, some highlights. The first point, the families and school should understand the overlap between home and school surrounding. Okay. Next one, the connecting between successful partnership and child learning is essential for academic success. Connection between successful partnership and child learning is essential for academic success. Next one, the families and school working together create a positive attitude towards learning in children. Families must be informed and understand their child progress.
next one, the knowledge and skill children learn from home to school and also from the school to the home. Families and school play a vital role in a children education. Children do not only learn in school, they also learn from knowledge, values and skill from home. Okay. Parents and teachers should work together when making important educational decisions and about children. Every children is unique, but their learning needs may be different. Schools are not only places for children to learn, they also help parents to grow and learn new things. When parents take part in school activities, they get chances to improve themselves. Okay. Next, conclusion. In conclusion, connecting learning between home and school is not just helpful. It is necessary a strong understanding relationship between families and school. A strong connection children's learning, emotional development and academic success. When families and school work in harmony, this seminar is about how families and school can work together to support child learning. It is explained how parents and teachers can share responsibility and help the child grow at home and at school. Thank you for all listening to my seminar. I am very happy to share this topic with you today. Thank you for your attention and support. Once again, thank you all. നന്നായിരുന്നു കേട്ടോ. താങ്ക് യു ടീച്ചർ. സോറി, എനിക്ക് വീഡിയോ ഒക്കെ ഓണാക്കി പറയണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷെ പറ്റിയില്ല. നന്നായിട്ട് പ്രസന്റ് ചെയ്തോടാ. സഫിയുടെ വൈവ കഴിഞ്ഞാടാ? ഇല്ല മിസ്സേ, കഴിഞ്ഞിട്ടില്ല. വൈവ ചെയ്യുമ്പോൾ ഞാനല്ലെങ്കിൽ ആ സമയത്ത് ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒന്ന് പറയണം കേട്ടോ. ആ ഓക്കെ ടീച്ചർ. ഓക്കെ ശരി, ഞാൻ പോട്ടെ. ആ പൊക്കോടെ, ലീവ് ആയിക്കോളാം. ദിവ്യ പ്രസന്റ് ചെയ്യാലോ? Yes, miss. The key dimensions of family-school partnership. There is a 7 key dimensions in family-school partnership. The communicating is the first point of the key dimensions. The key dimensions of communication in family-school partnership focus on establishing and maintaining open, clear, consist of the communication between educator and family. ഫാമിലിയും എഡ്യൂക്കേറ്ററും തമ്മിലുള്ള ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ആണ് എപ്പോഴും വേണ്ടത് എന്നതാണ് കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന കീ ഡയമെൻഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിസ് ഇൻവോൾവ്സ് ഷെയർ ഇൻഫർമേഷൻ അബൌട്ട് സ്റ്റുഡൻസ് പ്രോഗ്രസ്, ലേണിംഗ് ആക്ടിവിറ്റീസ്, സ്കൂൾ ഇവന്റ്സ് ആൻഡ് റെലവൻറ്റ് റിസോഴ്സസ്, as well as actively listening to and valuing the participants of the parents and families. Communication emphasizes the importance of active, personal, frequent, and culturally appropriate communication between schools and families. ഫാമിലിയും സ്കൂളും തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും ആക്റ്റീവ് ആയതായിരിക്കണം, പേഴ്സണൽ ആയിരിക്കണം, ഫ്രീക്വൻ്റ്ലി ഇടയ്ക്കിടയ്ക്കുള്ളതായിരിക്കണം, കൾച്ചറലി അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതായിരിക്കണം, സാംസ്കാരികമായ സംഭാഷണ രീതി ഉള്ളതും ആയിരിക്കണം. It should be a two-way exchange, not just information sharing. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക എന്നതുള്ളതല്ല. ടു വേ എക്സ്ചേഞ്ച് എന്നത് ഉദ്ദേശിക്കുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയാണ് പാരൻസിനും ഫാമിലിയും പാരൻസ് പിന്നെ സ്കൂളും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ അവർ തമ്മിൽ പരസ്പരം മനസ്സിലാക്കുകയാണ്. ബോത്ത് സൈഡ്സ് ടു ലേൺ ഫ്രം ഈച്ച് അതർ. School should actively seek to make families feel welcome and valued and mindful of cultural and linguistic diversity. സ്കൂളും ഫാമിലിയും തമ്മിൽ എങ്ങനെയായിരിക്കണം? ഒരു വെൽക്കമിങ് ആയിരിക്കണം. സ്കൂൾ എപ്പോഴും ഫാമിലിക്ക് ഒരു വെൽക്കമിങ് അറ്റ്മോസ്ഫിയർ ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഒരു കൾച്ചറൽ ആൻഡ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി ഉണ്ടായിരിക്കണം. അതായത് ഒരു കുട്ടി ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാ പാരൻസിനും അവരുടെ ഒപ്പം ഫോളോ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഒരു നല്ലൊരു ഭാഷാ പാണ്ഡിത്യം ഉള്ളതായി തീരാനായിട്ട് കുട്ടികളുടെ ഒപ്പം കൂടിയിരുന്നിട്ട്
നമ്മളും പഠിക്കുക എന്നുള്ളത് ഇതിലൊരു വലിയൊരു ഘടകമാണ്. നമ്മൾ കുട്ടികൾക്ക് മാത്രമാണ് പഠനം എന്നത് കൊണ്ട് നമ്മളും ഒപ്പം മെച്ചപ്പെടില്ല. ഈ ലാംഗ്വേജ് ലിംഗ്വിസ്റ്റിക് ഡൈവേഴ്സിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. ഭാഷാപരമായ ഒരു നിലവാരം ആ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയുടെ ഫാമിലിക്കും കൂടി ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. അതിനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് കുട്ടികൾക്കൊപ്പം ഇരുന്ന് പഠിക്കുക എന്നത്. Collaboratively planning and problem solving between families, students and school staff has been shown to improve students' academic outcomes. കുട്ടികളുടെ അക്കാഡമിക് ഔട്ട്കംസ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആ പ്രോബ്ലം സോൾവിങ് ചെയ്യാൻ ഒരു കുട്ടിക്ക് അക്കാഡമിക്കായി വരുന്ന പ്രോബ്ലംസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഫാമിലി, ടീച്ചേഴ്സോ സ്കൂളോ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ്, അത് ഇമെയിൽ ത്രൂ ആവാം, ഫേസ് ടു ഫേസ് ആവാം, എങ്ങനെയുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ആ കുട്ടിയുടെ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അക്കാഡമിക് ഔട്ട്കംസ് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്നു. കമ്മ്യൂണിക്കേഷന്റെ നീഡ് എന്താണെന്ന് അറിയിക്കാനായിട്ട് നമ്മളൊരു കണ്ടക്റ്റിംഗ് നടത്തേണ്ടത് ആവശ്യമാണ്. ഇതാണ് പ്രിൻസിപ്പൽസ് എന്ന് വരുന്ന ആദ്യത്തെ പോയിന്റ്. കണ്ടക്ട് എ സർവേ ടു ഡിറ്റർമിൻ കമ്മ്യൂണിക്കേഷൻ നീഡ്സ്. കമ്മ്യൂണിക്കേഷൻ എത്രത്തോളം ആവശ്യകതയാണ് ഒരു സ്കൂളും ഫാമിലിയും തമ്മിലുള്ളതെന്നുള്ള ഒരു സർവേ അത്യാവശ്യമാണ്. Review the newsletter to relevance, ease of language and scope of contribute feedback. ഒരു ന്യൂസ് ലെറ്ററിൽ എഴുതിയിട്ടുള്ള ഒരു പ്രസക്തി മനസ്സിലാക്കാൻ നമുക്ക് അതിനുള്ള ഭാഷാ പാണ്ഡിത്യം ആവശ്യമാണല്ലേ. അപ്പൊ ഭാഷ ലളിതമായി ഉപയോഗിക്കാനായിട്ട് പറ്റണം. ന്യൂസ് ലെറ്റർ റിവ്യൂസും ഫീഡ്ബാക്കും ഒക്കെ കൊടുക്കാനായിട്ട് അത് വളരെ അത്യാവശ്യമാണ്. കൺസിഡർ ദ പ്ലേസ്മെന്റ് ഓഫ് വെൽക്കം സൈൻസ് അറൗണ്ട് ദ സ്കൂൾസ്. അതായത് സ്കൂളിന്റെ ചുറ്റും ഒരു വെൽക്കമിങ് അറ്റ്മോസ്ഫിയർ വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഒരു വെൽക്കം ബോർഡുകൾ ഉണ്ടായിരിക്കുന്നത് വളരെ നല്ലതാണ് എന്നാണ് പറയുന്നത്. Consider working with parents and families to develop a parents' handbook of information of school rules, policies, mission and goals, curriculum standards and estimated procedures. Hold a launch events and publish it on the website or provide it to the new parents. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഈ പ്രിൻസിപ്പളില് അത്യാവശ്യം പറഞ്ഞു നമ്മളുടെ പാരന്റ്സിന്റെ ഒരു ഹാൻഡ് ബുക്ക് ഉണ്ടാവണം. എന്തിനെ കുറിച്ചാണ്, സ്കൂളിന്റെ റൂൾസ് എന്താണ്, പോളിസീസ് എന്താണ്, ഈ കരിക്കുലത്തിൽ അവർ എന്തൊക്കെ ഇംപ്രൂവ്മെന്റ് ആണ് വരുത്താൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഹാൻഡ് ബുക്ക് വേണം. ഈ ഹാൻഡ് ബുക്ക് ഒരു ഇവന്റ് ആയിട്ട് വെബ്സൈറ്റിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ പുതുതായി ആ സ്കൂളിൽ വരുന്ന കുട്ടികൾക്കും ആ പാരന്റ്സിനും അവരുടെ പാരന്റ്സിനും ഈ സ്കൂളിന്റെ നിലവാരം മനസ്സിലാക്കാൻ വളരെ ഉപയോഗപ്പെടുന്നതാണ്. Find out the parents and family time opportunities for participation in school events, workshops, etc. സ്കൂളിന്റെ ഇവന്റ്സിലും വർക്ക്ഷോപ്പിലും പാരന്റ്സിന് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങള് തീർച്ചയായും ഉപയോഗിക്കേണ്ടതാണ്. അതിനു വേണ്ടിയുള്ള ടൈം പാരന്റ്സ് കണ്ടെത്തേണ്ടതാണ്. Examine good front desk reception participate including bilingual office staffs were applicable and training in cultural sensitivity and dealing with difficult people. പലതരത്തിലുള്ള ആൾക്കാരും സ്കൂളായിട്ട് അപ്രോച്ച് ചെയ്യുന്നതാണ് അല്ലെ. അപ്പോൾ അവിടെ വേണ്ടത് ഒരു ഫ്രണ്ട് ഓഫീസ് എപ്പോഴും ഒരു ഫ്രണ്ട്ലി റിസപ്ഷൻ ആയിരിക്കണം. അവിടുത്തെ നല്ലൊരു ഫ്രണ്ട് ഓഫീസാണെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ ആ സ്കൂളിന്റെ നിലവാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. നെക്സ്റ്റ് വൺ, set in place alternative methods of parent-teacher interviews when personal prospects prevent parents from attending a face-to-face meeting, including opinion from telephone and email contact. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ടീച്ചറും പാരന്റും തമ്മിൽ ഒരു നല്ലൊരു കമ്മ്യൂണിക്കേഷൻ വേണം. അത് ഇമെയിൽ ത്രൂ ആയിരിക്കാം, ഫേസ് ടു ഫേസ് ആയിരിക്കാം, ടെലിഫോൺ കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം. എന്നിരുന്നാലും അവിടെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വേണ്ടതാണ്.
Consider the appointment of school contact persons such as parent, school liaison officer to assist and support the parents in their cooperation with the school. സ്കൂളിലും പാരൻസും, അതായത് സ്കൂളില് ഇപ്പൊ നമ്മളുടെ ഒരു കുട്ടി പഠിക്കുന്ന സ്കൂളില് വീട്ടിലുള്ള എല്ലാവരും സ്കൂളായിട്ട് കോണ്ടാക്ട് ചെയ്യണമെന്നില്ല അല്ലെ. അപ്പൊ സ്കൂളായിട്ട് കോണ്ടാക്ട് ചെയ്യുന്നവർക്ക് ആ സ്കൂളിലെ ഓഫീസേഴ്സിന് അറിയാം അവർക്ക് വേണ്ട അവരെ നമ്മളെ ആരാണ് നമ്മൾ അസിസ്റ്റ് ചെയ്യുക, ആരാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക എന്നത് മനസ്സിലാക്കാനായിട്ട് ഈ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ സഹായിക്കുന്നുണ്ട്. Consider education and training programs for teachers and school leaders that prepare them to connect with the parents. Consider the education and training programs. Training programs ടീച്ചേഴ്സിനുള്ളതുപോലെ തന്നെ സ്കൂളിലെ പാരൻസിനും കൂടി പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. അത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടീച്ചർമാര് സംസാരിക്കുന്ന രീതിയും, അതായത് കുട്ടികള് ഒരു ക്ലാസ് റൂം വിട്ട് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അവർ ഇന്നത് പഠിപ്പിച്ചു എന്ന് പറയുമ്പോൾ നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. എല്ലാ പേരൻസിനും അത് പറ്റുന്ന വരില്ല. എല്ലാവരുടെയും വിദ്യാഭ്യാസ നിലവാരം ഒരുപോലെ ആയിരിക്കണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് ഈ എഡ്യൂക്കേഷനെ പറ്റിയിട്ടുള്ള ഒരു ട്രെയിനിങ് ടീച്ചേഴ്സിന് കിട്ടുന്നത് പോലെ തന്നെ പാരൻസിനും ആവശ്യമാണ്. Parents effectively and extended their reporting skills, including training in native history and culture in having. അവർക്ക് എന്താണ് ആ ട്രെയിനിങ് കൊണ്ട് കിട്ടിയത്, അതുകൊണ്ട് അവർക്ക് അതെങ്ങനെ എഫക്റ്റീവ്ലി അപ്ലൈ ചെയ്യാൻ പറ്റിയത് എന്നുള്ളതും അവർ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ദ എബിലിറ്റി ടു എൻഷുർ കൾച്ചറൽ കോമ്പൻസീസ് ഇൻ ദെയർ ടീച്ചിങ് പ്രാക്ടീസ്, അതിൻ്റെ ഒരു നേട്ടം അവരത് വെളിപ്പെടുത്തേണ്ടതാണ്. Investigative programs to welcome new families, including introduction kits developed by parents that are in user-friendly language and font size. ഇൻട്രൊഡക്ഷൻ കിഡ്സ് സ്കൂളിൽ തുടങ്ങുമ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ ഒരു കാറ്റലോഗ്സ് ഉണ്ടായിരിക്കും അല്ലെ. ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് പാരൻസ് ഫ്രണ്ട്ലി ആയിരിക്കും. അതായത് ഒരു സാധാരണ ഒരു പാരന്റിന് വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ലാംഗ്വേജ് ആയിരിക്കണം ഇതിലൊക്കെ യൂസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ അതിന്റെ ഫോണ്ട് സൈസ് എല്ലാവർക്കും വായിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. അറേഞ്ച് ദ ഫോൾഡേഴ്സ് ഓഫ് സ്റ്റുഡൻസ് work to be sent home regularly for review and comment. അതായത് നമ്മൾ സ്കൂളിലൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലത്തെ ഒരു ഡയറി, അതായത് ഒരു സ്റ്റുഡൻറ്റിനെ പറ്റിയിട്ടുള്ള ഒരു ഫോൾഡർ ഫയല് എപ്പോഴും കീപ്പ് ചെയ്യണം. അത് സ്കൂളിൽ നിന്ന് പാരൻസിന് കൊടുക്കണം. എന്നാലാണ് കുട്ടികളുടെ പ്രോഗ്രസ്സും റിവ്യൂ ഒക്കെ പാരൻസിനും ഈ കുട്ടി എത്രത്തോളം ഉണ്ടായിരുന്നു കഴിഞ്ഞ തവണ എന്ന് മനസ്സിലാക്കാൻ സ്കൂളുകാർക്കും സാധിക്കുന്നത്. Establish agreed strategies for dealing with movement at school. സ്കൂളിന്റെ മൂവ്മെന്റ്സും ഡീലിങ്സും എന്താണെന്ന് മനസ്സിലാക്കാനും അതിനോടൊപ്പം അഗ്രി ചെയ്തു പോവാനും പറ്റുകയുള്ളൂ. Appoint class parents representation who can become a welcoming informal network of support. ഈ പാരന്റ്സ് PTA മീറ്റിംഗ് ഒക്കെ പ്രത്യേകം ഉണ്ടാവുമ്പോൾ അവിടെ പാരന്റ്സ് എത്തിയെങ്കിലാണ് ഇപ്പൊ എന്താണ് ആ സ്കൂളിൽ നടക്കുന്നത്, സ്കൂളിന്റെ നിലവാരത്തിനനുസരിച്ചുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മളെപ്പോഴും സ്കൂളിൽ അപ്പോയിന്റ് ചെയ്യണം. Involve students, especially older students, in interviews and other communication from the school. സ്റ്റുഡൻസിന്റെ എസ്പെഷ്യലി പഴയ സ്റ്റുഡൻസിന്റെ ഇന്റർവ്യൂസും കമ്മ്യൂണിക്കേഷൻസും ഒക്കെ സ്കൂളിൽ അതിപ്പോ വെബ്സൈറ്റിലായിരിക്കാം അല്ലെങ്കിൽ നോട്ടീസിലായിരിക്കാം ഒരു റിവ്യൂ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുതുതായി വരുന്നവർക്കൊരു പ്രചോദനമായിരിക്കും. ഇതാണ് ഞാൻ കീ ഡയമെൻഷൻസിൽ സെമിനാറായിട്ട് കണ്ടക്ട് ചെയ്തത്. ഞാൻ ആകെ ഓൺലി കമ്മ്യൂണിക്കേറ്റിംഗ് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക് മാത്രമായിരുന്നു എടുത്തത്. എനിക്ക് ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് പ്രിൻസിപ്പൽസ് ഉണ്ടെന്ന്. അപ്പൊ ജസ്റ്റ് പ്രിൻസിപ്പൽസിന്റെ പോയിന്റും കൂടിയും കവർ ചെയ്തിട്ടാണ് ഇപ്പൊ എടുത്തത്. താങ്ക് യു മിസ്, താങ്ക് യു ഡിയർ ഫ്രണ്ട്. എന്നായിരുന്നു കേട്ടാ, അത് എന്റെ ഭാഗത്ത് വന്ന കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ഞാൻ പോയിന്റ് എന്ന് പറഞ്ഞു, പക്ഷെ ഇതിൽ പോയിന്റ് ഫസ്റ്റ് വന്ന കാര്യം ഞാൻ മറന്നുപോയതാടാ.
പോയിന്റ് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചത്. സോറി ദിവ്യ. അത് എന്തായാലും അത് എല്ലാതും വായിച്ചിട്ടുണ്ടായിരുന്നതാ, റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്ന് മാത്രമുള്ളൂ. അതുകൊണ്ട് എനിക്ക് പറയാനും സാധിച്ചത് അതിലെല്ലാം ഒരേ പോയിന്റ് തന്നെയാണ്, പോയിന്റ് വൈസ് ആയിട്ട് പറയുന്നതേ ഉള്ളൂ. സെയിം തന്നെ റിപ്പീറ്റ് വരുന്നതാണ്. ഓക്കേടാ. ഇന്നലെ വൈകിട്ടായിരുന്നു, അപ്പൊ ഞാൻ കമ്മ്യൂണിക്കേറ്റിംഗ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് എടുത്തത്. ആണോ? ഓക്കേടാ. എങ്ങനെയാ? അത് നന്നായി പ്രസന്റ് ചെയ്യാൻ പറ്റിയിരുന്നു മാം. ആ ഫസ്റ്റ് എ എന്ന് പറഞ്ഞ പോയിന്റ് ആണ് എടുത്തത്. ഓക്കെ, നന്നായിട്ട് പ്രസന്റ് നന്നായിട്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് സി ആണ്. നമ്മൾ നോക്കാൻ പോകുന്ന പോയിന്റ് സി ആണ്. സി ആരാണ് എടുക്കേണ്ടത്? ശ്രീരശ്മിയാണ് മാം. ശ്രീരശ്മി. ഓക്കേടാ, പ്രസന്റ് ചെയ്തോട്ടെടാ. Good evening all. Respected ma'am, our technical team and my dear friends. My name is Sri Rashmi, MG7 batch ആണ്. I want to take a seminar on the chapter of the key dimension of family school partnership today. To invite you all. The family school partnership framework identifies 7 dimensions of guidelines for planning partnership activities. Skill building or family, school leaders and teachers is a receiving strategy for 7 key dimensions. പങ്കാളിത്ത പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളായി കുടുംബത്തിന്റെയും സ്കൂളിന്റെയും പങ്കാളിത്ത ചട്ടക്കൂടിന് മെയിനായിട്ട് 7 മാനദണ്ഡങ്ങളാണ് ഉള്ളത്. അത് നന്നായി നടക്കണമെങ്കിൽ കുടുംബങ്ങൾക്കും സ്കൂൾ നേതാക്കൾക്കും അധ്യാപകർക്കും വേണ്ടിയുള്ള കഴിവുകൾ വികസിപ്പിക്കുക എന്നത് ഓരോ പ്രധാന തലത്തിലും ഒരു നിർണായക തന്ത്രം തന്നെയാണ്. ഇനി നമുക്ക് ആ തന്ത്രങ്ങൾ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കമ്മ്യൂണിക്കേറ്റിംഗ്. സെക്കൻഡ് വൺ, കണക്റ്റിംഗ് ലേണിംഗ് അറ്റ് ഹോം ആൻഡ് അറ്റ് സ്കൂൾ. തേർഡ് വൺ, ബിൽഡിംഗ് കമ്മ്യൂണിറ്റി ആൻഡ് ഐഡന്റിറ്റി. ഫോർത്ത് വൺ, റെക്കഗ്നൈസിംഗ് ദ റോൾ ഓഫ് ദ ഫാമിലി. ഫിഫ്ത്ത് വൺ, കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദ സ്കൂൾ ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ്. I have chosen the third topic to take this seminar, that is building community and identity. A family school action team or working group can plan to build a sense of community through the school. ഒരു ഫാമിലിക്കോ സ്കൂൾ ആക്ഷൻ ടീമിനോ വർക്കിംഗ് ഗ്രൂപ്പിനോ സ്കൂളുകളിലൂടെ ഒരു സമൂഹ ബോധം വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. സമൂഹബോധം കുട്ടികളിലായാലും മുതിർന്നവരിലായാലും വളർത്തിയെടുക്കാൻ ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങൾ ചെയ്യാൻ കഴിയുന്നത് സ്കൂളുകളിലും അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും തന്നെയാണ്. അതിന് എക്സാമ്പിളായി ഇനി പറയുന്നതാണ്. First one, examine and implement way in which the school can become a community resource. Example for adult learning and community meeting. സ്കൂൾ ഒരു സമൂഹ സ്രോതസ്സായി മാറാൻ കഴിയുന്ന വഴികൾ പരിശോധിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. എക്സാമ്പിൾ, മുതിർന്നവരുടെ പഠനത്തിനും കമ്മ്യൂണിറ്റി മീറ്റിങ്ങുകൾക്കും സ്കൂളുകളിൽ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. The second topic, provide a place for probable parents and students of the school to meet and participate in program for early literary learning, healthy care, etc. മാതാപിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഒത്തുചേരുവാനും പരിപാടികൾ പങ്കെടുപ്പിക്കുവാനുള്ള അവസരം നൽകുക. ഈ പൂർവ്വകാല വിദ്യാർത്ഥിനികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമനത്തിനുള്ള സ്ഥലവും സമയവും സ്കൂളുകാർ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. സ്കൂളുകളിൽ ആദ്യകാല സാക്ഷരതാ പഠനവും അതോടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്കുമുള്ള സ്ഥലങ്ങളും പ്രൊവൈഡ് ചെയ്യുക. ഇതുവഴി നമ്മുടെ സൊസൈറ്റിയും സ്കൂളും തമ്മിൽ നല്ലൊരു ബന്ധം ഉണ്ടാവും. സ്കൂളുകളിൽ പഠിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇനി വരുന്ന പൗരന്മാർ തന്നെയാണല്ലോ. അപ്പം അവർക്ക് കൂടുതൽ സൊസൈറ്റിയുമായിട്ടൊരു ബന്ധം ഉണ്ടാവാൻ നമ്മുടെ മാതാപിതാക്കളും ബാക്കിയുള്ളവരും സ്കൂളിൽ വർക്ക് ചെയ്യുക. അതുപോലെ അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തും ഇത്തരം ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത് വഴി ഒരു സമൂഹ ബോധം വളർത്തിയെടുക്കാൻ കഴിയുന്നതാണ്. നെക്സ്റ്റ് വൺ, ബൂസ്റ്റ് ദ റീസെറ്റിൽമെന്റ് ഓഫ് എ ന്യൂ മൈഗ്രൻസ് ത്രൂ ദ വർക്ക് ഓഫ് ഇംഗ്ലീഷ് ആസ് എ സെക്കൻഡ് ലാംഗ്വേജ് ടീച്ചേഴ്സ് ആൻഡ് ഫാമിലീസ്. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇമ്പോർട്ടൻസ് നമുക്ക് അറിയാവുന്നതാണ്. അത് നമ്മുടെ കുട്ടികളെ മനസ്സിലാക്കി കൊടുക്കുകയും ഇംഗ്ലീഷ് രണ്ടാം ഭാഷയായി പഠിപ്പിക്കുന്നതിലൂടെയും അധ്യാപകരിലൂടെയും കുടുംബങ്ങളുടെയും പ്രവർത്തനത്തിലൂടെയും പുതിയ കുടിയേറ്റക്കാരുടെ പുനരധിവാസം പ്രോത്സാഹിപ്പിക്കുക. നമുക്കിപ്പം എല്ലാ കാര്യങ്ങളിലും ഇംഗ്ലീഷ് എന്നത് ഏത് ലാംഗ്വേജ് ഏത് നാട്ടിൽ പോയാലും ഒരു ഇമ്പോർട്ടന്റ് ലാംഗ്വേജ് തന്നെയാണ്.
നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമായ ഒരു ഭാഷയും ഇംഗ്ലീഷ് തന്നെയാണ്, അതിൽ ഡൗട്ടില്ല. അത് നമ്മളെ കുഞ്ഞുങ്ങളെയും നമ്മുടെ സമൂഹത്തിലുള്ളവരെയും പറഞ്ഞ് മനസ്സിലാക്കുന്നത് വഴി പുറത്തുനിന്നുള്ള ആൾക്കാരെ കൂടുതൽ നമ്മുടെ ഇങ്ങോട്ട് കൊണ്ടുവരികയും നമ്മളെ കൾച്ചർ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ അത് ഏറ്റവും കൂടുതൽ സഹായകമാവുകയും ചെയ്യുന്നതാണ്. ഫോർത്ത് വൺ, ഇൻവൈറ്റ് പീപ്പിൾ ഇൻ ദ ബോർഡൽ കമ്മ്യൂണിറ്റി ടു ഷോ അപ്പ് സ്കൂൾ ഫംഗ്ഷൻസ്. സ്കൂൾ ഫംഗ്ഷൻസിൽ പങ്കെടുക്കുന്നതിനായി സൊസൈറ്റിയിൽ അറിയപ്പെടുന്നവരെ ഇൻവൈറ്റ് ചെയ്യുക. നമ്മളായാലും ആദ്യം സ്കൂളിൽ ഒരു ഫംഗ്ഷൻ വരുമ്പോൾ, അല്ലെങ്കിൽ എവിടെ ഒരു ഫംഗ്ഷൻ വന്നാലും ആരും നോക്കും ചീഫ് ഗസ്റ്റ് ആരാ. നമുക്ക് അറിയാവുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അവിടെ പോയിരിക്കും. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഉള്ള ചീഫ് ഗസ്റ്റ് ആണോ അവിടെ വരുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം പോപ്പുലർ ആയിട്ടുള്ള ഒരാളാണോ വരുന്നത്, അത്രത്തോളം ആളുകൾ അവിടെ കൂടുകയും ആ പ്രോഗ്രാം കൂടുതൽ അട്രാക്റ്റീവ് ആവുകയും ചെയ്യുന്നതാണ്. എൻകറേജ് ലോക്കൽ സിവിക് ആൻഡ് സർവീസ് ഗ്രൂപ്പ് ടു ബിക്കം ഇൻവോൾവ്ഡ് ഇൻ ദ സ്കൂൾ ഇൻ എ വെറൈറ്റി ഓഫ് വേ, സച്ച് എ മെന്ററിംഗ് സ്റ്റുഡൻസ് ആൻഡ് സ്പീക്കിംഗ് ടു ക്ലാസസ്. ക്ലാസുകളിൽ സംസാരിക്കുവാൻ, വിദ്യാർത്ഥികളെ ഉപദേശിക്കുക തുടങ്ങിയ രീതികളിൽ സ്കൂളുകൾ പങ്കാളികളാകുവാൻ പ്രാദേശിക പൗരന്മാരെയും സേവന ഗ്രൂപ്പുകാരെയും പ്രോത്സാഹിപ്പിക്കുക. ഇവിടെ ഉപദേശിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നാട്ടില് മോട്ടിവേഷൻ ക്ലാസ്സുകൾ കൊടുക്കാം. അതുവഴി കുട്ടികൾക്ക് ഉപദേശത്തിന്റെ ആവശ്യം നമുക്കിപ്പോ ഉപദേശത്തിന്റെ ആവശ്യം നമ്മുടെ കുട്ടികൾക്കില്ല. അവർക്ക് വേണ്ടത് മോട്ടിവേറ്റ്, നാളെ എന്താണ് അവിടെ മുമ്പിൽ ഉണ്ടാവുക, അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് മോട്ടിവേറ്റ് ചെയ്യിപ്പിക്കുക, അതിന് ക്ലാസ്സുകൾ കൊടുക്കുക. അതിനൊക്കെ നമുക്ക് കൂടുതലും പുറത്തുനിന്ന് ആൾക്കാരെ വിളിക്കുകയും നമ്മുടെ മാതാപിതാക്കൾ കൂടുതൽ സ്കൂളുമായിട്ട് അട്രാക്റ്റീവ് ആവുകയുമാണ് ചെയ്യേണ്ടത്. കൊളാബറേറ്റീവ്ലി ഡെവലപ്പ് കമ്മ്യൂണിറ്റി ഡ്രിവൺ പ്രോഗ്രാം ദാറ്റ് അസസ് ടു റിനോവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻസ് ഇൻഡിജൻസ് ലാംഗ്വേജ് ആൻഡ് കൾച്ചേഴ്സ്. അതായത് തദ്ദേശീയ ഭാഷകളെയും സംസ്കാരങ്ങളെയും നവീകരിക്കുന്നതിനും പരിപാലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന, സമൂഹം നയിക്കുന്ന പരിപാടികൾ സഹകരിച്ച് വികസിപ്പിക്കുക. അതായത് നമ്മളെ നാട്ടിലുള്ള എല്ലാ പ്രോഗ്രാമുകളും, അതായത് നമ്മുടെ സംസ്കാരങ്ങളിലെയും ഭാഷയെയും ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന പ്രോഗ്രാമുകൾ സ്കൂളുകളിലും വർക്കിംഗ് ഗ്രൂപ്പ് ഉള്ള സ്ഥലങ്ങളിലും നടത്തുക. ഇപ്പം ഗവൺമെന്റ് സ്ഥാപനങ്ങളായാൽ പോലും അവിടെ ഇപ്പം ഒരുപാട് കൾച്ചർ പ്രോഗ്രാമുകൾ നടന്നു വരുന്നുണ്ട്. അതെല്ലാം ഇതിന്റെ ഒരു ഭാഗമായിട്ട് തന്നെ നമുക്ക് സമൂഹ ബോധം കുറച്ചും കൂടെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതാണ്. നെക്സ്റ്റ് വൺ, creative connections with the local health and welfare service to simplify access to such support for the school community members. സ്കൂൾ സമൂഹ അംഗങ്ങൾക്ക് പിന്തുണയിലേക്കുള്ള പ്രവേശനം ലളിതമാക്കുന്നതിന് പ്രാദേശിക ആരോഗ്യക്ഷേമ സേവനങ്ങളുമായി ബന്ധം സ്ഥാപിക്കുക. അതായത് സ്കൂളുകളിൽ ഇപ്പൊ നമ്മൾ സ്കൂളുകളിൽ എല്ലാ സ്കൂളിലും ഒരു PTA ഉണ്ടാവും. ആ PTA വഴി പേരൻസിനും സ്കൂളിൽ ഒരുപാട് ഇൻവോൾവ് ആവാൻ സാധിക്കും. അതുപോലെ ടീച്ചേഴ്സിന് പേരൻസുമായിട്ടും ഇൻവോൾവ് ആവാൻ സാധിക്കും. പുറത്ത് എന്താണ് നടക്കുന്നതെന്നുള്ളത് സ്കൂളിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ ഒരു PTA മീറ്റിങ്ങോ അങ്ങനെ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. നെക്സ്റ്റ് വൺ, ഡെവലപ്പ് പാർട്ടിസിപ്പേറ്ററി ആൻഡ് ബോർഡ് അപ്രോച്ച് ടു ദ ഡിസൈൻ ഓഫ് വാല്യൂ ലിങ്ക്ഡ് എഡ്യൂക്കേഷൻ അക്രോസ് കരിക്കുലം. പാഠ്യപദ്ധതിയിലുടനീളം മൂല്യങ്ങളുമായി ബന്ധപ്പെട്ട വിദ്യാഭ്യാസത്തിന്റെ രൂപകൽപ്പനയിൽ പങ്കാളിത്തപരവും വിശാലപരവുമായ സമീപനങ്ങൾ വികസിപ്പിക്കുക. നമ്മള് ഒരു പാഠ്യപദ്ധതി എന്ന് പറയുമ്പോൾ ടെസ്റ്റുകൾ എപ്പോഴും ഒരു പഠന രീതികളിൽ മാത്രം ഒതുങ്ങാതെ, എന്താണ് പഠിക്കേണ്ടത് എന്നതിൽ മാത്രം ഒതുങ്ങാതെ നമ്മുടെ സമൂഹവുമായി ബന്ധപ്പെട്ട പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുക. വിദ്യാഭ്യാസത്തിന്റെ രൂപകൽപ്പനയിൽ പങ്കാളിത്തമാവാനുള്ള ചാൻസ് എല്ലാ പാരന്റ്സിനും നമ്മുടെ സൊസൈറ്റിക്കും പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ഈ പോയിന്റുകളിലൂടെ പറയുന്നത് എന്തെന്ന് വെച്ചാൽ, നമുക്കിപ്പോ ഒരു PTA ക്ലബ്ബ് പോലെ എല്ലാ സ്കൂളിലും ഉണ്ട്. അത് കുറച്ചും കൂടി മെച്ചപ്പെടുത്താം. അതുപോലെ അസോസിയേഷൻ പ്രോഗ്രാം, ക്ലബ്ബുകള്, ഇതെല്ലാം സ്കൂളും സൊസൈറ്റിയും വഴി നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. സ്കൂളിൽ എന്താണോ പഠിക്കുന്നത്, സ്കൂൾ ഒരു പാഠ്യപദ്ധതി എന്നുള്ളതിൽ നിന്നും വേർതിരിച്ച് സൊസൈറ്റിയുമായി കൂടുതൽ കണക്ഷൻ ആകുന്ന പ്രോഗ്രാമുകൾ പാരന്റ്സിൽ നിന്നും മറ്റുള്ള സൊസൈറ്റിയിലുള്ള ഉയർന്ന തല ഉദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ മനസ്സിലാക്കുന്നത് വഴി നല്ലൊരു കുട്ടികളെ സമൂഹ ബോധമുള്ള കുട്ടികളായി വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്. താങ്ക് യു ഫോർ എവരി വൺ. എസ്പെഷ്യലി ഇങ്ങനൊരു പ്ലാറ്റ്ഫോം എനിക്ക് ഒരുക്കി തന്നതിന് എല്ലാവർക്കും വളരെയധികം നന്ദി.
നന്നായിരുന്നു ശ്രീലക്ഷ്മി കേട്ടോ. കുറച്ച് സ്പീഡ് കൂടി പോയോ മാഡം? കുഴപ്പമില്ല, പോയിന്റ്സ് കറക്റ്റ് ആയിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ്, റെക്കഗ്നൈസിങ് ദ റോൾ ഓഫ് ദ ഫാമിലി. ആരാണ്? രാധിക ആണോ? ആളുണ്ട് ഇവിടെ? റെക്കഗ്നൈസിങ് ദ റോൾ ഓഫ് ദ ഫാമിലി ആരാണ്? ഫസാനയാണോ? ഈ പേര് എഴുതിയിട്ട് അവള് 2 പേജ് ആയാലും ഇപ്പൊ പേര് രാധികയാണെന്ന് തോന്നുന്നു. ആളില്ല. ഓക്കെ, നമുക്കവിടെ പെയിന്റിങ് വെക്കാം. കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആരാണ്? ഞാനാ ജോളി, ലീലാമ്മ. ജോളി, കേട്ടോ? ലീലാമ്മ, ഒഫീഷ്യൽ നെയിം ലീലാമ്മ. ആണോ? ജോളി, ജോളി വീട്ടിൽ നെയിം, ഒഫീഷ്യൽ നെയിം ലീലാമ്മ. ഇതുവരെ അറിഞ്ഞൂടായിരുന്നു. പറയട്ടമ്മ. കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ആണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. പിൻ ചെയ്ത് 1 മിനിറ്റ് ടാടാ. സ്റ്റാർട്ട് ചെയ്തോടാ. Respected ma'am and all the classmates, today we are going to consultative decision making relating to family school partnership. First one, what is the meaning of consultative decision making relating to family school partnership? Consultative decision making in the context of family school partnership is parents are consulted and participated in the decision making. അതായത് പേരൻസ് ആയിട്ട് പേരൻസിന്റെ വിദഗ്ധ അഭിപ്രായത്തോടുകൂടി കൂടി ആലോചിച്ച് അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് മാതാപിതാക്കളെ ഉപദേശിച്ച് ഡിസിഷൻ മേക്ക് ചെയ്യുന്നു ഈ ഒരു കോണ്ടസ്റ്റിൽ കൂടെ. ഇൻ ദിസ് റിസൾട്ട് പേരൻസ് ആർ ആക്റ്റീവ്ലി ഇൻവോൾവ്. എല്ലാ കാര്യങ്ങളിലും പേരൻസ് ആക്റ്റീവായിട്ട് ഇൻവോൾവ് ചെയ്യാൻ ഇതിന് പ്രയോജനപ്പെടുന്നു. ഇൻ ദിസ് റിസൾട്ട് ഫാമിലീസ് അണ്ടർസ്റ്റാൻഡ് സ്കൂൾസ് ഗോൾസ് ആൻഡ് കരിക്കുലം. സ്കൂളിന്റെ ഗോൾസും കരിക്കുലവും എല്ലാം മനസ്സിലാക്കാനായിട്ട് പേരൻസിന് ഇത് പ്രയോജനമായി മാറുന്നു. ദെൻ പേരൻസ് ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ഷെയർ റെസ്പോൺസിബിലിറ്റി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് വെൽ ബീയിങ്. പേരൻസും കമ്മ്യൂണിറ്റി മെമ്പേഴ്സും ചേർന്ന് ചിൽഡ്രൻസിന്റെ ക്ഷേമത്തെ പറ്റിയും റെസ്പോൺസിബിലിറ്റിയെ പറ്റിയും എഡ്യൂക്കേഷനെ പറ്റിയുള്ള റെസ്പോൺസിബിലിറ്റിയെ പറ്റിയും എല്ലാം ഷെയർ ചെയ്യുന്നു. Then arrange for the school community consulted on new school policies. അതായത് സ്കൂൾ കമ്മ്യൂണിറ്റി അറേഞ്ച് ചെയ്തിട്ടുള്ള ന്യൂ സ്കൂൾ പോളിസീസ് എല്ലാം പേരൻസ് കൺസൾട്ട് ചെയ്യുന്നു. ദെൻ റിപ്പോർട്ടിംഗ് കരിക്കുലം ചേഞ്ചസ് ആൻഡ് പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ സ്കൂൾ ആക്ടിവിറ്റീസ്. കരിക്കുലം ചേഞ്ചസ് സ്കൂൾ ആക്ടിവിറ്റീസിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ദെൻ എൻകറേജിങ് ലേണിംഗ് അറ്റ് ഹോം ലേണിങ്ങിനെ എൻകറേജ് ചെയ്യുന്നു. Then in consultative decision making, educators, parents and community members can help children achieve their full potential. പ്രബലമായ നേട്ടങ്ങളെല്ലാം കുട്ടികൾ കൈവരിക്കത്തക്ക രീതിയിൽ ഈ ഡിസിഷൻ മേക്കിംഗ് എഡ്യൂക്കേറ്റേഴ്സും പേരൻസും കമ്മ്യൂണിറ്റി മെമ്പേഴ്സും എല്ലാം കൂടെ ചേർന്ന് അത് ഹെൽപ്പായി മാറുന്നു. Then in consultative decision making, ensuring they receive the care and support for children. And then in the consultative decision making in the context of family school partnership, parents' opinion and perspectives are sought and considered in the decision making process. അതായത് ഈ പ്രോസസ്സിൽ കൂടെ പേരൻസിന്റെ ഒപ്പീനിയനും പെർസ്പെക്റ്റീവ്സും എല്ലാം തിരയുകയും അത് പരിഗണിക്കുകയും ചെയ്യുന്നു. ദിസ് കൊളാബറേറ്റീവ് അപ്രോച്ച് സീക്ക് ഔട്ട് ആൻഡ് ഇൻക്ലൂഡ് പേരന്റ് റെപ്രസെൻറ്റേറ്റീവ്സ് ഫ്രം ഓൾ റേഷ്യൽ. എല്ലാ വിഭാഗത്തിലുമുള്ള പേരന്റ് റെപ്രസെൻറ്റേറ്റീവ്സിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവരുടെ സഹകരണപരമായ സമീപനം ഇതിൽ കൂടെ അന്വേഷിക്കുന്നു. Then the context of family school partnership responsive the needs of students and families. സ്റ്റുഡൻസിന്റെയും ഫാമിലീസിന്റെയും നീഡ്സിനെ പറ്റി അവർ പ്രതികരിക്കുന്നു. Then school ensure about their relationship with families, understand school goals and curriculum. സ്കൂളിന്റെ ഗോൾസും കരിക്കുലവും ഫാമിലിയെ പറ്റി മനസ്സിലാക്കും എന്ന് സ്കൂള് എൻഷുർ ചെയ്യുന്നു. Then in this context, school offer ട്രെയിനിങ് ആൻഡ് സപ്പോർട്ട് ടു പേരന്റ് ലീഡേഴ്സ്. അതായത് പേരന്റ് ലീഡേഴ്സിന് ട്രെയിനിങ് സപ്പോർട്ടും സ്കൂൾ ഓഫർ ചെയ്യുന്നു. ദെൻ ഇൻ ദിസ് കോണ്ടസ്റ്റ് ഫാമിലി ഇൻവോൾവ്മെന്റ് ഇൻ സ്കൂൾ ഈസ് റിലേറ്റഡ് ടു സ്റ്റുഡന്റ് ലേണിംഗ്, അറ്റൻഡൻസ് ആൻഡ് ബിഹേവിയർ.
അതായത് സ്റ്റുഡൻറ്റിൻ്റെ ലേണിങ്ങും അറ്റൻഡൻസും ബിഹേവിയറുമാണ് ഫാമിലിയുടെ പങ്കാളിത്തം. അറ്റൻഡൻസും ബിഹേവിയറും ഫാമിലിയുടെ പങ്കാളിത്തത്തുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു. Then authorize networks to link all families with parent representatives. അതായത് പേരന്റ് റെപ്രസെൻറ്റേറ്റീവ്സിനൊപ്പം എല്ലാ കുടുംബങ്ങളെയും ബന്ധിപ്പിക്കുന്ന നെറ്റ്വർക്ക് അംഗീകരിക്കുന്നു. Then in the context, school provide for parent input to formal school reviews. അതായത് രക്ഷകർത്താവിന്റെ കമ്പ്യൂട്ടറിലേക്ക് ഔപചാരികമായ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ വിവരങ്ങളും അവർ കൊടുക്കുന്നു. താങ്ക് യു മാം ആൻഡ് താങ്ക് യു ആൾ. ജോളി, ഞാൻ കാര്യം ചോദിച്ചോട്ടേടാ, നന്നായിരുന്നു കേട്ടോ. ഈ കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ഈ പോയിന്റ്സ് റീഡ് ചെയ്തോ? ഞാൻ ഇപ്പൊ ഈ ബോക്സിൽ കാണിക്കുന്ന പോയിന്റ്സ് മ്യൂട്ടാണ്. മാം പോയിന്റ്സും റീഡ് ചെയ്തു, കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് റീഡ് ചെയ്തിട്ട് മൊത്തത്തിൽ ബുക്കിൽ കുറച്ച് പോയിന്റ് എഴുതി വെച്ചിട്ട് അതാണ് പറഞ്ഞത്. ഇൻക്ലൂഡഡ് ആണോ? ഞാൻ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന പോയിന്റ്സ് ഒക്കെ ഇൻക്ലൂഡഡ് ആണോ പറഞ്ഞത്? ഇൻക്ലൂഡ് ആണോ? 17 പോയിന്റ് ഞാൻ എഴുതി വെച്ചു. വാട്ട് ഈസ് കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് തുടങ്ങി ആ ഇതില് പറഞ്ഞിരിക്കുന്ന പോയിന്റ് ഉൾപ്പെടെ 17 പോയിന്റ് എഴുതി വെച്ചു. റിപ്പീറ്റ് ചെയ്യണോ മാം? വേണ്ടടാ, ഞാൻ ചോദിച്ചാണ് കാരണം എനിക്ക് ഒരു പോയിന്റ് മിസ്സായത് പോലെ തോന്നി. അതൊന്നും ചോദിച്ചു. 17 പോയിന്റ് എഴുതി വെച്ചു. അത് സ്കൂൾ ടെസ്റ്റിൽ അത്രയും പോയിന്റ് ഇല്ല. പിന്നെ ഞാൻ മൊത്തത്തിൽ കുറച്ച് കയ്യിന്നൂടെ എടുത്ത് റെഫർ ചെയ്ത് 17 പോയിന്റ് മൊത്തം പറഞ്ഞു. ഇല്ല മാം തിരക്കില്ല. ശരി മാം. പോയിന്റ് ആരാണ്? കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദ സ്കൂൾ. ഞാൻ സ്കൂൾ ടെസ്റ്റിൽ പറഞ്ഞേക്കുന്ന അതേ ഓർഡറിലൊന്നും അല്ല മാം പോയിന്റ് എഴുതിയിരിക്കുന്നതൊക്കെ. ചെക്ക് ചെയ്തോണ്ടിരുന്നപ്പോഴാണ്. ഇനി ആരാണ് കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദ സ്കൂൾ എന്ന് പറയുന്ന പോയിന്റ്? ആദ്ര എന്ന് പറഞ്ഞു. ശ്യാമയാണ്. ശ്യാമ ഓക്കെ. My name is Shyamala. എനിക്ക് കിട്ടിയ ടോപ്പിക് collaborating beyond the school. The key dimension emphasizes identifying, locating and integrating community resources. The wider community provides services which can strengthen and support the school, students and their families. അതായത് സമൂഹവുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ട് സ്കൂള് നമ്മുടെ കുട്ടികൾക്കും അവരുടെ ഫാമിലീസിനും അത് സ്കൂളിൽ തന്നെ ഒരു നല്ല ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന കാര്യമാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്. അതായത് അത് തിരിച്ചും സമൂഹത്തിനും ഇതിൽ നിന്നൊരു നേട്ടം ഉണ്ടാകാറുണ്ട്. സ്കൂൾസ് ആർ ഇൻക്രീസിംഗ്ലി കൊളാബറേറ്റിംഗ് വിത്ത് പേരന്റ് പാർട്ട്നേഴ്സ് സച്ച് ആസ് ഫസ്റ്റ് ദി ലോക്കൽ ബിസിനസ്സസ് ആണ്. The local businesses can support the schools in various ways. അതായത് പലതരത്തിലും ലോക്കൽ ബിസിനസിന്റെ സപ്പോർട്ട് സ്കൂളിന് കിട്ടുന്നത്. അത് സ്മാർട്ട് ക്ലാസ് റൂം ഒക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക, വൈഫൈ ഫെസിലിറ്റി, പിന്നെ മറ്റുള്ള ഇന്റേൺഷിപ്പ് പോലത്തെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒക്കെ ഇത് പിന്നെ ലോക്കൽ ബിസിനസ്സസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പം ഇതിൽ അവർക്ക് ഒരു പിന്നെ മാർക്കറ്റിംഗ് കൂടി ലഭിക്കാറുണ്ട് തിരിച്ച് കമ്മ്യൂണിറ്റിക്ക്. അടുത്തത് ആഫ്റ്റർ സ്കൂൾ കെയർ പ്രൊവൈഡേഴ്സ് ആണ് നെക്സ്റ്റ് പോയിന്റ്. അതായത് ആഫ്റ്റർ സ്കൂൾ, അതായത് സ്കൂൾ ടൈമിന് ശേഷം മറ്റ് പരിപാടികളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതായത് പിന്നെ ട്യൂഷൻ, പിന്നെ പരിസര ശുചീകരണം, വിനോദം, വിജ്ഞാനം അങ്ങനെയൊക്കെ നൽകുന്ന പരിപാടികളൊക്കെ കുട്ടികൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് അടുത്ത പ്രോഗ്രാം. ഇതൊക്കെ കുട്ടികൾക്കൊരു വളരെ പ്രയോജനപ്പെടുന്ന പരിപാടികളാണ്. അടുത്തത് ഹയർ എഡ്യൂക്കേഷൻ ആണ്. അത് മിസ് നേരത്തെ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇന്റേൺഷിപ്പ്, അത് പിന്നെ എന്തുവായിരുന്നു ഇത് കോച്ചിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത് ഹയർ എഡ്യൂക്കേഷൻ. പിന്നെ നെക്സ്റ്റ് പോയിന്റ് വന്നേക്കുന്നത് ഫൗണ്ടേഷൻ എന്ന് ഉദ്ദേശിച്ചേക്കുന്നത് വേരിയസ് ഫൗണ്ടേഷൻസ് ഇൻ ദി സൊസൈറ്റി പ്രൊവൈഡ്സ് സ്കോളർഷിപ്പ് ഫോർ ദി ചിൽഡ്രൻ ഹു ആർ ടാലന്റഡ് ആൻഡ് എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ്. ഞാൻ ഇങ്ങനെയാണ് മനസ്സിലാക്കിയത്. അതായത് ഫൗണ്ടേഷൻസ് ഒക്കെ സൊസൈറ്റികളെ ഏർപ്പെടുത്താറുണ്ട്, നന്നായിട്ട് പിന്നെ ടാലന്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് സ്കോളർഷിപ്പുകൾ നൽകാറുണ്ട്, എക്കണോമിക്കലി വീക്കർ സെക്ഷനിലുള്ള കുട്ടികൾക്ക് കൊടുക്കാറുണ്ട്. അതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത്. അതർ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഏജൻസിന്ന്
മനസ്സിലാക്കിയത് വേരിയസ് ഹെൽത്ത് കെയർ ഏജൻസീസ് സ്കൂളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കും. അതായത് വാക്സിനേഷൻ പ്രോഗ്രാം, പ്രൊവൈഡ് കൗൺസിലിംഗ് ഫോർ ചിൽഡ്രൻ ആൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ സ്പോർട്സ്, ആർട്സ് ഇങ്ങനെയൊക്കെയുള്ള ഏജൻസി അതൊക്കെ സ്കൂളുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ. ആദ്യം കംപ്ലീറ്റ് ആയോ? എടാ അതില്ലേ മോൻ പ്രിപ്പയർ ചെയ്തത് കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദ സ്കൂൾ എന്ന് പറഞ്ഞാൽ ആ പോയിന്റ് ഫസ്റ്റ് വരുന്ന പോയിന്റ് ആണ് അല്ലെ? ഇതല്ലല്ലോ പ്രിപ്പയർ ചെയ്തത്, ഈ ടോപ്പിക് അല്ലല്ലോ. ഞാനിപ്പോ സ്ക്രീനിൽ ഷെയർ ചെയ്ത ടോപ്പിക് അല്ലല്ലോ പ്രിപ്പയർ ചെയ്തത്. ഓക്കെ, കുഴപ്പമില്ല, നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. മിസ്, ഞാൻ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇതായിരുന്നു പറഞ്ഞത്, ഈ ടോപ്പിക്കാ പറഞ്ഞത്. ജി എന്ന് പറയുന്ന ടോപ്പിക് ഇതാണ്. ഞാനല്ലേ മിസ് ശ്യാമള? എഫ് ആയിരുന്നു എനിക്ക് തന്നത്. ഓക്കേടാ, എഫ് ഞാൻ എടുത്ത വെച്ച ടോപ്പിക്ക് മാറിയതാ. സോറിടാ, എനിക്ക് മാത്രമാണ് റിപ്പീറ്റ് വന്നിരിക്കുന്നത്. സോറി എന്റെ പേജിലേ റിപ്പീറ്റ് എന്തോ വന്നിട്ടുണ്ട്, ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആരാണ്? പാർട്ടിസിപ്പേറ്റിംഗ് ആണോ മാം? കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദ സ്കൂൾ എന്ന് പറയുന്ന പോയിന്റ് ജി ആരാണ്? വൺ മിനിറ്റ് എനിക്ക് കൺഫ്യൂഷൻ ആയിട്ടാണ് കേട്ടോ. അടുത്തത് പാർട്ടിസിപ്പേറ്റിംഗ് ആണ്. കൺസൾട്ടേറ്റീവ് ഡിസിഷൻ മേക്കിംഗ് ജോളിയാണ് എടുത്തത്. കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദ സ്കൂളും ഇപ്പൊ ആതിരാണ് എടുത്തത്. ആതിരിപ്പ് എടുത്തത് ഈ പോയിന്റ്സ് ആണോ എടുത്തത് എക്സ്പ്ലെയിൻ ചെയ്ത്, അല്ലെങ്കിൽ ഫ്രണ്ട് പേജ് ആണോ എടുത്തത്? ഈ പോയിന്റ്സ് ആണോ മോൻ എക്സ്പ്ലെയിൻ ചെയ്ത്, അല്ലെങ്കിൽ ഫ്രണ്ടിൽ ഓക്കേടാ? കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഈ പോയിന്റ്സ് ആണ് ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്തത് അല്ലാലോ? ഫ്രണ്ടിലത്തെ പോയിന്റ്സ് അല്ലേ? എടേ, നമ്മുടെ ടോപ്പിക്കിന് ഒരു പ്രത്യേകതയാണ്, രണ്ട് റിപ്പീറ്റ് ഉണ്ട്. ഒരെണ്ണം എക്സാമ്പിൾസ് ആണ് പറയുന്നത്. നമ്മൾ ഇപ്പോ ഈ റീഡ് ചെയ്യുന്ന ഫുള്ളും എക്സാമ്പിൾസ് ആണ്. ഫ്രണ്ടിലെ മീനിങ് ഉണ്ട്. ഇപ്പൊ മീനിങ് പറഞ്ഞിട്ട് മിക്ക കുട്ടികളും എക്സാമ്പിൾസ് കൂടി പോർഷനും കൂടി കവർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ മോൻ എടുത്തോ എന്നാണ് ഞാൻ ചോദിച്ചത്. മിസ്, കൊളാബറേറ്റിംഗ് ബിയോണ്ട് അതായത് അതിന്റെ പോയിന്റ്സുകളാണ് അതായത് ലോക്കൽ ബിസിനസ്സസ്, ആഫ്റ്റർ സ്കൂൾ കെയർ പ്രൊവൈഡേഴ്സും, ഹയർ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷൻസ് ആൻഡ് അതർ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഏജൻസി. ഇതാണ് ഞാൻ എടുത്തത്, ഇത്രയും ഞാൻ എടുത്തത് ഇപ്പൊ. ഇനി അതിന്റെ ഓക്കേടാ, അതല്ലായിരുന്നു സെമിനാർ. കൊളാബറേറ്റിംഗ് ബിയോണ്ട് സ്കൂൾ അത് മാറിപ്പോയതായിരിക്കും. ഇത് രണ്ടുപേർക്കായില്ല. ഇപ്പൊ ദിവ്യക്ക് ആദ്യം തന്നെ മാറിപ്പോയി, മോനും അത് മാറിപ്പോയി. കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 145 ഈ പോയിന്റ്സ് ആണ് നമ്മള് സെമിനാർ കൊടുത്തോണ്ടിരിക്കുന്നത്. എക്സാമ്പിൾസ് ആയിരുന്നു മോനോട് എടുക്കാൻ പറഞ്ഞ കേട്ടോ. ഇനി വേറെ ആർക്കെങ്കിലും കൊടുത്തോളാം, അല്ലെങ്കിൽ ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്തോളാം കേട്ടോ. ഓക്കെ, വേറെ ആർക്കും കൊടുക്കണ്ടല്ലോ, ഞാൻ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യണല്ലോ നല്ലത്. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഉണ്ടോ? റെഡി ആണോ എടുക്കാനായിട്ട്? എക്സാമ്പിൾസ് ആണ് കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദ സ്കൂൾ. നമ്മുടെ സ്കൂളിന് പുറത്ത് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും, അതിന് എക്സാമ്പിൾസ് ആണ് ഇവിടെ പറയുന്നത്. ജസ്റ്റ് ഞാൻ പറയാം, സിമ്പിൾ ആണ്. എ ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം ഓർ വർക്കിംഗ് ഗ്രൂപ്പ് can plan for interaction with the further communities. നമുക്ക് മറ്റു കമ്മ്യൂണിറ്റീസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ ഇന്ററാക്ഷൻസും കാര്യങ്ങളും കൊണ്ടുവരാനായിട്ട് പറ്റും. ഫോർ എക്സാമ്പിൾ, gather and provide information and assess for the students, family on community health, culture, entertaining, social supports and other programs of service. നമുക്ക് ഫാമിലീസിനും സ്കൂളിനും വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവീസുകൾ ഞാൻ പറഞ്ഞില്ലേ, ക്യാമ്പുകൾ, മെഡിക്കൽ ക്യാമ്പുകൾ, അതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. കൾച്ചറൽ ആയിട്ടുള്ള എന്റർടൈനിങ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോഷ്യൽ സപ്പോർട്ടുകളോട് കൂടി പ്രോഗ്രാംസുകളും സർവീസും നമുക്ക് സ്കൂളിന്റെ ഭാഗത്ത് നിന്ന് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. gather and provide information on community activity that link to learning skill and talent.
അപ്പൊ നമുക്ക് നല്ല രീതിയിൽ ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റീസുകൾ എന്ത് ചെയ്യാൻ പറ്റും, ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ലേണിംഗ് സ്കിൽസും ടാലൻസും ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ആക്ടിവിറ്റീസുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റും. ഇൻക്ലൂഡിങ് സമ്മർ പ്രോഗ്രാംസ് ഫോർ സ്റ്റുഡൻസ്, നമുക്ക് കുട്ടികൾക്ക് വേണ്ടിയിട്ട് സമ്മർ പ്രോഗ്രാംസുകൾ കണ്ടക്ട് ചെയ്യാൻ പറ്റും. എന്റെയൊക്കെ ചെറുപ്പത്തിലേ ബാലസഭ എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികൾക്ക് വേണ്ടിയിട്ടൊരു പ്രോഗ്രാമാണ്. സമ്മർ സീസണിൽ നമ്മള് വേനലവധി കാലത്താണ് ഈ ബാലസഭകൾ ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളുടെ അതേ ഏജിലുള്ള കുറച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഒരുമിച്ച് അവിടെ ബാലസഭകളിൽ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യും. കുട്ടികൾക്ക് വേണ്ട കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ്, എക്സ്റ്റാബ്ലിഷ് പാർട്ണർഷിപ്പ് വിത്ത് അതർ സർവീസ് ഏജൻസി. മറ്റ് സർവീസ് ഏജൻസി ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പാർട്ണർഷിപ്പ് എക്സ്റ്റാബ്ലിഷ് ചെയ്യാം. എക്സാമ്പിൾ പറയുന്നത് സ്റ്റുഡന്റ് ഹെൽത്ത് നേഴ്സുകൾ ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് നമ്മള് സ്കൂളിലേക്ക് വരാണ്, അത് കുട്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയൊക്കെ ചെയ്യാം. അഡ്വൈസ് ദ ഫാമിലി ഫോർ കമ്മ്യൂണിറ്റി പ്രോഗ്രാം ഫോർ സ്റ്റുഡൻസ്, ഗീവ് ട്യൂട്ടറിംഗ്, മെന്ററിംഗ്, ബിസിനസ് പാർട്ണർഷിപ്പ്. അവർക്ക് വേണ്ട ക്ലാസ്സുകള്, മെന്ററിംഗ് ക്ലാസ്സുകള്, ബിസിനസ് പാർട്ണർഷിപ്പ് ഒക്കെ നമുക്ക് സ്കൂളുകളിൽ നിന്നും കമ്മ്യൂണിറ്റി ഫാമിലീസിന് വേണ്ട പ്രോഗ്രാംസുകളൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ പഴയ സ്റ്റുഡൻസിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. ഇൻവൈറ്റ് ദ പാസ്റ്റ് സ്റ്റുഡൻസ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ സ്കൂൾ പ്രോഗ്രാം ഫോർ ദ സ്റ്റുഡൻസ്. നമ്മുടെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്കൂൾ പ്രോഗ്രാംസുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് അവരെ ഇൻവൈറ്റ് ചെയ്യാനായിട്ട് പറ്റും. എക്സ്റ്റാബ്ലിഷ് പാർട്ണർഷിപ്പ് വിത്ത് ലോക്കൽ ബിസിനസ് ടു പ്രൊവൈഡ് വർക്ക് എക്സ്പീരിയൻസ്. നമുക്ക് ലോക്കൽ ബിസിനസ് ആയിട്ട് പാർട്ണർഷിപ്പിൽ നമുക്ക് വർക്ക് എക്സ്പീരിയൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു ഓർമ്മയില് ഞങ്ങളുടെ നാട് എന്ന് പറഞ്ഞാൽ ചേന്നമംഗലാണ്. ചേന്നമംഗലത്തെ ഏറ്റവും പ്രശസ്തമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചേന്നമംഗലം കൈത്തറി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞങ്ങളുടെ നാടിന്റെ ഒരു പ്രത്യേകതയാണ് ചേന്നമംഗലം കൈത്തറി. അപ്പോ ഒരു വർക്ക്ഷോപ്പ് പോലെ എൻ്റെ ഒരു ചെറുപ്പത്തില് കുട്ടികളെല്ലാവരെയും കൂടി നെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരു വർക്ക്ഷോപ്പ് ഒരു പ്രാവശ്യം ഞങ്ങൾ അങ്ങനെ വിസിറ്റിന് വേണ്ടിയിട്ട് നെയ്ത്തുശാല കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. എന്നുവെച്ചാൽ അവിടെ എങ്ങനെയാണ് നെയ്യുന്നത്, നെയ്ത്ത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ഒരു വർക്ക് എക്സ്പീരിയൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അന്ന് ഒരു വിസിറ്റ് ഹെൽഡ് ചെയ്തത്. നമ്മൾ എസ്റ്റാബ്ലിഷ് പാർട്ണർഷിപ്പ് വിത്ത് ലോക്കൽ ബിസിനസ് ടു പ്രൊവൈഡ് വർക്ക് എക്സ്പീരിയൻസ് ആൻഡ് ഓർഗനൈസ് പ്ലേസ്മെന്റ് ഫോർ ദ സ്റ്റുഡൻസ്. അതേപോലെ ഇത് കുറച്ചും കൂടി ബിയോണ്ട് ആണ്. ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു വർക്ക് എക്സ്പീരിയൻസ് കണ്ട കാര്യമാണ്. നമ്മൾ വർക്ക് എക്സ്പീരിയൻസ് കാണാനും കുട്ടികൾക്ക് വേണ്ട പ്ലേസ്മെന്റ്സ് കാര്യങ്ങൾ നമ്മുടെ സ്കൂളിൽ നിന്ന് പാസ് ഔട്ട് ആവുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ ബിസിനസ്, ഇപ്പൊ ഇവിടെ പറയുന്ന എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചിട്ടാണല്ലോ. അപ്പൊ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് പാസ് ഔട്ട് ആവുന്ന കുട്ടികൾക്ക് വേണ്ട വർക്ക് പ്ലേസ്മെന്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. എക്സ്റ്റാബ്ലിഷിംഗ് ആൻഡ് ഔട്ട്റീച്ച് കമ്മ്യൂണിറ്റി സർവീസ് പ്രോഗ്രാം ബൈ സ്കൂൾ ആൻഡ് ഫാമിലീസ്. നമുക്ക് സ്കൂൾ ഫാമിലി പാർട്ണർഷിപ്പിന്റെ ഭാഗമായിട്ട് ഔട്ട്റീച്ച് കമ്മ്യൂണിറ്റി പ്രോഗ്രാംസുകൾ എക്സ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റും. എൻ്റെ ഒരു ഓർമ്മയിൽ എൻ്റെ സ്കൂളിൽ നിന്നൊരു ഇതേപോലത്തെ ഒരു പ്രോഗ്രാം ഹെൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് റീസൈക്ലിംഗ്. ഇപ്പൊ ഇതിൽ കണ്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ആയിരുന്നു അന്ന്. അപ്പൊ അന്ന് ഞങ്ങളോട് പറഞ്ഞത് നമ്മളുടെ അടുത്തുള്ള എന്തോരം പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽസോ കാര്യങ്ങളോ നിങ്ങൾക്ക് കളക്ട് ചെയ്യാൻ പറ്റും, അത്രയും പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഒക്കെ കളക്ട് ചെയ്യാം. ഇന്നാണല്ലോ ഹരിതകർമ്മ സേനയൊക്കെ ഉള്ളത്. അന്ന് അങ്ങനെ ഉണ്ടായിരുന്നില്ല, നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ അന്ന് ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ പ്ലാസ്റ്റിക് റീസൈക്ലിംഗ് ഒക്കെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. പിന്നെ മ്യൂസിക്കൽ പെർഫോമൻസ് ആൻഡ് സ്പോണ്ടേനിയസ് വർക്ക് വിത്ത് സീനിയേഴ്സ് ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ്. മ്യൂസിക്കൽ പെർഫോമൻസ് ഒക്കെ കണ്ടക്ട് ചെയ്യാം. അതേപോലെ തന്നെ സീനിയേഴ്സ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ വർക്ക് ഒക്കെ ചെയ്യാം. ഞങ്ങളുടെ സ്റ്റുഡന്റ് പാർലമെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു. അതൊക്കെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. Develop partnership with a local indigenous community organization to develop the cultural responsiveness of the school community and promote understanding of and participating in important community events. നമ്മൾ കമ്മ്യൂണിറ്റി ഇവന്റ്സിൽ നമുക്ക് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ലോക്കൽ ബിസിനസ് ഒക്കെ ആയിട്ട് കൈകോർത്ത് പ്രവർത്തിച്ചുകൊണ്ട് പല സ്കൂളുകളും എൻവയോൺമെന്റ് ഡേ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഒരുപാട് കാര്യങ്ങൾ സ്കൂളുകൾ ലോക്കൽ ബിസിനസ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെ കുട്ടികൾക്കും അതേപോലെ തന്നെ നമ്മുടെ സൊസൈറ്റിക്കും അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിക്കും വേണ്ട നല്ല ആക്ടിവിറ്റീസുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ എൻഗേജ് ചെയ്യുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇനി വരാൻ പോകുന്ന ഏതാണ് ഓഗസ്റ്റ് 15th ഭാഗമായിട്ട് അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എൻ്റെ ഓർമ്മയിലുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ
ഒക്ടോബർ 2 സമയത്ത് നമ്മുടെ സ്കൂളും പരിസരവും മാത്രമല്ല ഞങ്ങളുടെ ഏരിയ ആ ഒരു ഭാഗത്തുള്ള സ്ഥലങ്ങളൊക്കെ ഞങ്ങൾ എന്ത് ചെയ്യും, കമ്മ്യൂണിറ്റി ലീഡേഴ്സ് അതേപോലെ സർവീസ് പ്രൊവൈഡേഴ്സ് മെമ്പേഴ്സിന്റെ ഒക്കെ പാർട്ടിസിപ്പേഷനോട് കൂടി ഞങ്ങൾ എന്തെങ്കിലും ക്ലീൻ ചെയ്യാറുണ്ട്. അപ്പോൾ ചുറ്റുപാടൊക്കെ ഞങ്ങൾ ഇങ്ങനെ പോയിട്ട് അവിടെ അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യും. സൂപ്പർവിഷൻ ഉണ്ടാവും കമ്മ്യൂണിറ്റി ലീഡേഴ്സിന്റെ ഒക്കെ. അവരും നമ്മുടെ ഒപ്പം തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. കുട്ടികളെയും കൂടി പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഇതേപോലത്തെ സർവീസുകൾ നമ്മുടെ സൊസൈറ്റിക്ക് കമ്മ്യൂണിറ്റിക്ക് വേണ്ട സർവീസുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് സ്കൂളുകളും എന്താണ് കൊളാബറേറ്റിംഗ് ബിയോണ്ട് ദി സ്കൂളുകൾക്ക് പുറമേ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും കാര്യങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ബിസിനസ്സും മറ്റ് ഏജൻസീസ് ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ട് നല്ലൊരു പ്രവർത്തനം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാഴ്ചവെക്കാനായിട്ട് പറ്റും. ലാസ്റ്റ് പോയിന്റ് ആരാ എടുക്കേണ്ടത്? പാർട്ടിസിപ്പേറ്റ്. ഞാനാണ് മിസ്. ഓക്കെ, ജസ്ലിയ പ്രസന്റ് ചെയ്തോട്ടെ. ഗുഡ് ഈവനിങ് മിസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ജസ്ലിയ, മോൻ എച്ച് എന്ന് പറയുന്ന ഈ പോയിന്റ് ആണോ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അതെ, മാറിയിട്ടൊന്നുമില്ല അല്ലെ? ഇല്ല. ഓക്കേടാ. പാർട്ടിസിപ്പേറ്റിംഗ് ലാസ്റ്റ് ഡയമെൻഷൻ ആണ് എനിക്ക് കിട്ടിയത്. അതെന്ന് പറഞ്ഞാല് അതിന്റെ മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഫാമിലിയെയും ഫാമിലി മെമ്പേഴ്സിനെയും ഒക്കെ സ്കൂളിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാം, അല്ലെങ്കിൽ അവരുമായിട്ട് എങ്ങനെ കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യിക്കാം എന്നുള്ളതാണ് ഇതിൽ മെയിൻ ആയിട്ട് പറയുന്നത്. എ ഫാമിലി സ്കൂൾ ആക്ഷൻ ടീം ഓർ വർക്കിംഗ് ഗ്രൂപ്പ് ക്യാൻ പ്ലാൻ ദ സപ്പോർട്ട് ഓഫ് വളണ്ടിയേഴ്സ് ആൻഡ് ഗ്രേറ്റർ കോർപ്പറേഷൻ ഓഫ് ഫാമിലീസ് ആൻഡ് പാരന്റ്സ്. ഒരു ഫാമിലി സ്കൂൾ ആക്ഷൻ ടീമിന് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് ഗ്രൂപ്പിന് വളണ്ടിയേഴ്സിന്റെ സപ്പോർട്ടും ഫാമിലീസിന്റെയും പാരന്റ്സിന്റെയും ഒക്കെ ഗ്രേറ്റർ കോർപ്പറേഷൻ പ്ലാൻ ചെയ്യാൻ അവർക്ക് കഴിയും. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടായ എക്സാമ്പിൾ, അസസ് ദ വളണ്ടിയർ നീഡ്സ് ഓഫ് സ്കൂൾ ആൻഡ് ലിസ്റ്റ് ഓഫ് ദ മെനി വേസ് parents and families can participate and interact with the school and the school community. സ്കൂളിന്റെ വളണ്ടിയർ നീഡ്സ് അസസ് ചെയ്യാനും പാരന്റ്സിനും ഫാമിലിക്കും സ്കൂളുമായും സ്കൂൾ കമ്മ്യൂണിറ്റിയുമായും കൂടുതൽ ഇന്ററാക്ട് ചെയ്യുന്നതിനും അവിടുത്തെ കാര്യങ്ങളിൽ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയുള്ള നിരവധി കാര്യങ്ങൾ അവൾക്ക് ലിസ്റ്റ് ചെയ്യാൻ കഴിയും. ഡെവലപ്പ് എ പോളിസി ഫോർ എൻറോൾമെന്റ് ട്രെയിനിങ്, ഗോൾ സെറ്റിംഗ് ആൻഡ് റെക്കഗ്നീഷൻ ഫോർ വളണ്ടിയർ. വളണ്ടിയറിന്റെ ട്രെയിനിങ്, എൻറോൾമെന്റ്, ഗോൾ സെറ്റിംഗ്, റെക്കഗ്നേഷൻ തുടങ്ങിയ പോളിസികൾ ഡെവലപ്പ് ചെയ്യാൻ കഴിയും. Ask family members how they would like to participate at their child school and respond in a timely manner to those prospects. അതായത് നമ്മുടെ ഫാമിലിനോട് ചോദിക്കുക, അവർക്ക് സ്കൂളിലത്തെ അവരുടെ കുട്ടികളുടെ സ്കൂളിൽ എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എങ്ങനെയെങ്കിലും ആഗ്രഹമുണ്ടോ. അപ്പം നമ്മളിപ്പോ മോണ്ടിസോറി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒന്ന് ടീച്ചിങ് ഒന്ന് നടത്തി നോക്കിയാലോ എന്നൊക്കെ ഒരു താല്പര്യം ഉണ്ടാവും. അതുപോലെ അവരോട് ചോദിച്ചു നോക്കുക അവർക്ക് എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ. അപ്പൊ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ സ്കില്ല് നമ്മൾ പരിഗണിക്കുക. അതിനൊരു സ്കിൽ ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഇൻവൈറ്റ് ഫാമിലി ആൻഡ് കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് ടു ബിക്കം ഇൻവോൾവ് ആസ് ഗസ്റ്റ് ടീച്ചർ, ഗസ്റ്റ് സ്പീക്കേഴ്സ് അബൌട്ട് ദെയർ ജോബ്സ്, കരിയർ ഓപ്പർച്യൂണിറ്റീസ്, എക്സ്പെഡിഷൻ chaperones, tutors, mentors, സ്പോർട്സ് കോച്ചസ്, ടെക് ഷോപ്പ് ഹെൽപ്പേഴ്സ് എക്സെട്ര. ഫാമിലിയോട് അവരുടെ കുട്ടിയുടെ സ്കൂളിൽ എങ്ങനെയെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുകയും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെ അവരുടെ സ്കൂളിൽ ഗസ്റ്റ് ടീച്ചറായിട്ടോ അല്ലെങ്കിൽ അവരുടെ ജോബ്സിന്റെ കരിയറിന്റെ ഓപ്പർച്യൂണിറ്റീസിനെ പറ്റി പറയാനുള്ള ഒരു ഗസ്റ്റ് സ്പീക്കറായിട്ടോ അല്ലെങ്കിൽ ചാപ്രോൺസ് എന്ന് പറഞ്ഞാൽ ഞാൻ നോക്കിയിട്ട് സ്റ്റഡി ടൂറുകളിലൊക്കെ അവരുടെ കൂടെ പങ്കെടുക്കുക അതായിട്ടോ അല്ലെങ്കിൽ മെന്റേഴ്സ് ആയിട്ടോ അങ്ങനെ പല മേഖലകളിലും അവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്യാം. ഇംപ്ലിമെന്റ് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ ഫോർ വളണ്ടിയർ അസംബ്ലീസ് ആൻഡ് ഈവൻറ്റ്സ് സോ ദാറ്റ് ദേ ആർ കേപ്പബിൾ ടു പാർട്ടിസിപ്പേറ്റ്. അഥവാ എല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയുന്ന രൂപത്തിൽ അവിടെ ഇവന്റ്സും അസംബ്ലീസും ഒക്കെ വെക്കാം. ഇൻവൈറ്റ് പേരൻസ് ടു വളണ്ടിയർ ടു ഹാവ് സ്റ്റുഡൻസ് വർക്ക് ഷാഡോ. സ്റ്റുഡൻസിന്റെ വർക്ക് ഷാഡോ ആയിട്ട് പേരൻസിനെ തന്നെ അവിടെ വളണ്ടിയേഴ്സ് ആക്കി ആക്കുക. ഓർഗനൈസ് വർക്കിംഗ് പാർട്ടീസ് ഓർ കമ്മിറ്റീസ് ഫോർ പാരൻസ് ലീഡർഷിപ്പ് ആൻഡ് പാർട്ടിസിപ്പേഷൻ. അഥവാ പേരൻസിന്റെ ലീഡർഷിപ്പിന് വേണ്ടി കമ്മിറ്റികൾ അതുപോലെ പാർട്ടീസുകളൊക്കെ ഓർഗനൈസ് ചെയ്യാം. വർക്കിംഗ് പാർട്ടീസ് കമ്മിറ്റീസ് ഒക്കെ ഓർഗനൈസ് ചെയ്യാം. അതിലെ എക്സാമ്പിൾ പറയുന്നത് സേഫ്റ്റി ഓർ സ്റ്റുഡൻസ് ബിഹേവിയർ ഓൺ സേഫ്റ്റി, കുട്ടികളുടെ സുരക്ഷ അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ ബിഹേവിയർ ഒക്കെ
ആണ് അതിൽ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ്, മേക്ക് ഷുവർ പാരന്റൽ embarrassment in children's learning is a recognized topic of staff meeting, professional development and in the induction of new staff. അഥവാ സ്റ്റാഫ് മീറ്റിങ്ങുകളിൽ അതുപോലെ പുതിയ സ്റ്റാഫിനെ നിയമിക്കുമ്പോൾ അങ്ങനെ ഉള്ളതിലൊക്കെ കുട്ടികളുടെ ലേണിങ്ങിൽ മാതാപിതാക്കളുടെ എംബറാസ്മെന്റ് ഒരു ടോപ്പിക്കായിട്ട് മേക്ക് ചെയ്യാം. താങ്ക് യു ഓൾ. ഓക്കെ കേട്ടോ, നന്നായിരുന്നു കേട്ടാ ജസ്ലിയ. അപ്പൊ ഇന്ന് സെമിനാർ എടുക്കാൻ പറ്റാഞ്ഞത് രാധിക എന്ന് പറയുന്ന ഒരു കുട്ടിക്കാണ്. MP6 ആണെന്ന് തോന്നുന്നത് രാധിക. ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ സെമിനാർ എടുക്കാം. മേ ബി നെക്സ്റ്റ് ക്ലാസ് ചിലപ്പോ നാളെ ആവാം. നാളെ ആണെങ്കിൽ എല്ലാവർക്കും കയറാനായിട്ട് കുഴപ്പമുണ്ടോ? കംഫർട്ടബിൾ ആണോ നാളെ ഈവനിങ് ക്ലാസ് വെക്കുന്നത്? കുഴപ്പമില്ലല്ലോ, നമ്മുടെ പോർഷൻ തീരാനല്ലേ. കാരണം MP6ന്റെ ഡിപ്ലോമയുടെ എക്സാം കഴിഞ്ഞു. MP6ന്റെ PG എക്സാമും MP6 and 7ന്റെ PG എക്സാമും കൂടെ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് പോർഷൻസ് വേഗം തീർക്കാൻ ഞങ്ങൾക്കൊരു പ്രഷർ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങള് ബാക്കിയുള്ള പോയിന്റ്സ് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ എടുക്കാം. രാധികനോട് നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ നാളെ കയറി ആ പോർഷൻ ഒന്ന് കവർ ചെയ്യാൻ പറയണം കേട്ടോ. താങ്ക് യു ഓൾ. നാളെ 5 ഉണ്ടോ മിസ്?